അപ്പോൾ നമ്മുടെ ക്യാമറാമാൻ്റെ ജീവിതകഥ ഇതുവരെ തീർന്നിട്ടില്ലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ലോറിയിൽ കിളിയായിട്ട് പോകണമെന്ന് ആഗ്രഹമായിട്ട് നടക്കുന്ന ക്യാമറാമാനെയാണ് കണ്ടത്. അപ്പോൾ ആ ആഗ്രഹം സഫലീകരിക്കുന്നതാണ് നമ്മുടെ ഈ എപ്പിസോഡിലുള്ളത്. അപ്പോൾ പുത്തേ ട്രാവലോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ പറഞ്ഞ രതീഷ് ഹോട്ടൽ നിർത്തുന്നതും പിന്നെ ഞാൻ അന്യാർത്തുള്ളിൽ കിടന്ന് ജീപ്പ് ഓടിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഒരു കല്യാണം, നമ്മുടെ കുടുംബത്തിലൊരു കല്യാണം നടന്നു. അതൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു അന്നേരം ഞാൻ അന്യാർത്തുള്ളിൽ ജീപ്പ് ഓടിക്കുകയും രാജേഷിങ്ങനെ എരുമേലി നിൽക്കുക, അമ്മയും കൂടെ എരുമേലി വാടകയ്ക്ക് താമസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ എന്നെ ഈ ചെനപ്പാടിലെ ചിറ്റപ്പൻ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നീ പൂനെ വരെ ഒന്ന് പോകണമെന്ന് പറഞ്ഞു. അതാണ്ട് വഴിത്തിരിവിൻ്റെ കഥ കേൾക്കാൻ വേണ്ടിയിട്ട് കഥകൾ പറഞ്ഞോണ്ടിരിക്കുക. കാപ്പി കുടിച്ചിട്ട് കഥ പറഞ്ഞാൽ പോരെ? ഒരു ശകലം പറഞ്ഞിട്ട് വന്നാൽ ആയിക്കോട്ടെ. അപ്പം ഞാൻ പറഞ്ഞ പൂനെക്ക് പോകുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ശ്രീജ അന്ന് കല്യാണം കഴിച്ച് പൂനെയിലായിരുന്നു ആളിന് ജോലി. അപ്പം പൂനെയിലേക്ക് പോയി ഇവർ. അപ്പോൾ ഈ 3-4 മാസം കഴിഞ്ഞപ്പോഴത്തേന് ഈ ചിറ്റപ്പൻ എന്നെ വിളിച്ചിട്ട് പറയാം, ഇന്നപോലെ നീ പൂനെ വരെ ഒന്ന് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞിട്ട് പിന്നെയും 1-2 മാസമൊക്കെ അങ്ങ് തള്ളിപ്പോയി. പിന്നെ ഞാൻ അവിടെ ജീപ്പ് ഓടിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് വരാനൊന്നും പറ്റിയില്ല. എന്തിനാണെന്ന് അറിഞ്ഞായിരുന്നു പെട്ടെന്ന് പോയത്. അങ്ങനെ അത് പറയുന്നു. അല്ല, അത് പറഞ്ഞു. അവിടെ എന്തോ വണ്ടിയുടെ എന്തോ കേസാണ്, ഞാൻ അവിടെ ഓരോ ചെല്ലണമെന്ന് പറഞ്ഞു. അന്ന് ഈ മൊബൈലും ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇരുന്ന് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇരുന്നു. ലാസ്റ്റ് ചിറ്റപ്പൻ ഈ ജയന്തി ജനതയ്ക്ക് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, എടാ ഇന്ന ദിവസം രാവിലെ 11 മണിക്ക് കോട്ടയത്തു നിന്ന് ട്രെയിനാണ്, നീ അതനുസരിച്ച് വരണമെന്ന് പറഞ്ഞു. ഞങ്ങളെ ട്രെയിനിലൊന്നും കയറിയിട്ടില്ല, ആദ്യമായിട്ട് ട്രെയിനിൽ കയറുന്നതാണ്. അപ്പോൾ 98 മാർച്ച് 28 എൻ്റെ ഒരു ഓർമ്മ. മാർച്ചിലാണ് എന്താണത്. അപ്പം രാവിലെ കോട്ടയത്ത് വന്ന് അവരും ചിറ്റപ്പനൊക്കെ വന്നു, എന്നെ ട്രെയിനെ കയറ്റി വിട്ടു, പൂനെക്ക് വിട്ടു. അപ്പം ജീപ്പ് അന്നേരം ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ അന്യാർത്തുള്ളിൽ കിടന്ന്. അപ്പോൾ രാജേഷിനെ അന്യാർത്തുള്ളിലേക്കാക്കി ജീപ്പ് ഓടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ പൂനെക്ക് പോയി. അപ്പോൾ പൂനെ ചെന്നപ്പോൾ എന്ന് വെച്ചാൽ അളിയൻ എന്ന MRF-ലായിരുന്നു ജോലി. MRF-ൻ്റെ ഒരു ഗോഡൗൺ ഉണ്ട് അവിടെ വടക്കിൽ, സാസോട് വഴി വരുന്ന റോഡില്ലേ അവിടെ. അപ്പം അവിടെ ഈ ഗോഡൗണിൽ ഓട്ടോ ഓടാൻ വേണ്ടിയിട്ടൊരു ലോറി ഉണ്ടായിരുന്നു, ഒരു ലൈലൻഡിൻ്റെ ഒരു 6 വീലർ ലോറി. അതിങ്ങനെ ഇവിടുത്തെ ടയറും കൊണ്ട് ഇവിടുന്ന് ഈ ഗോഡൗണിൽ നിന്ന് ടാറ്റയിലേക്കും ബജാജിലേക്കും മഹേന്ദ്രയിലും ഒക്കെ ടയറും കൊണ്ട് പോകുന്ന വണ്ടിയാണ് അത്. ഔറംഗാബാദ്, മെയിനായിട്ട് ഔറംഗാബാദാണ്, പിന്നെ നാസിക്ക്, ബോംബെ, ഇതൊക്കെയാണ് ഓടുന്നത് ഈ വണ്ടി. കൂടുതലും ഔറംഗാബാദേ അന്ന് ഓടുന്നുള്ളായിരുന്നു. അപ്പോൾ അളിയൻ പറഞ്ഞ ഈ വണ്ടി അളിയനും അവിടുത്തെ മാനേരും പിന്നെ വേറെ മലയാളിയായ ഒരാളൂടെ ഷെയർ കൂടി എടുത്തൊരു വണ്ടിയായത്. അപ്പം അതിൻ്റെ കൂടെ അളിയനും കൂടി, 2 പേര് ഷെയർ ആയിരുന്നു, അതിൻ്റെ കൂടി അളിയനും കൂടി. ഇവിടെ വണ്ടിയെക്കുറിച്ചൊന്നും അറിയത്തില്ല, ഇതിനൊന്നും കിട്ടിയില്ല, ആകെപ്പാടെ എല്ലാം ഒരു ഇതായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. ഞാനങ്ങനെ പൂനെ ചെന്നപ്പം അളിയൻ വന്ന് സ്റ്റേഷനിൽ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോയി. അപ്പോൾ എന്നിട്ട് എന്നോട് പറഞ്ഞാൽ ഇന്ന പോലെ, അപ്പോൾ ഇത് ഒന്നെങ്കിൽ ഈ വണ്ടി നമുക്ക് എടുക്കണം, അപ്പോൾ അവരെ ഷെയർ ഒഴിവാക്കിയിട്ട് എടുക്കണം. എന്ന് വെച്ചാൽ കുറേ ബാധ്യതയെല്ലാം ഉണ്ട് ഇതിനുമായിട്ട് ബന്ധപ്പെട്ട്. ഞാൻ പറഞ്ഞു, ഞാൻ ലോറിയൊന്നും ഓടിച്ചില്ല, 5 വരെ ഓടിച്ചിട്ടുണ്ട്, പിന്നെ ഓടിക്കാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷേ നോക്കാമെന്ന് പറഞ്ഞു. വണ്ടിയെപ്പറ്റി ഒരു ധാരണയുണ്ട്, അത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം ഗോഡൗണിലൊക്കെ പോയി ഇങ്ങനെ കുറച്ച് ദിവസം നിന്നിട്ട് ഒരാഴ്ച കണ്ട് അവിടെ നിന്നു, വണ്ടിയിലൊന്നും പോയൊന്നുമില്ല. അപ്പോൾ ഞാൻ അളിനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാനെന്ന് നാട്ടിൽ പോയിട്ട് വരാം. അന്നേരം രാജേഷിനെ ഏൽപ്പിച്ചിട്ടല്ല പോകുന്നത് കേട്ടോ, വണ്ടി ഒതുക്കിയിട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നാട്ടിൽ പോയിട്ട് വരാം, വണ്ടിയും ഇതെല്ലാം ഒന്ന് ഇവനെ ഏൽപ്പിച്ച് എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് എങ്കിൽ പോരും, അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ വീണ്ടും തിരിച്ച് നാട്ടിൽ വന്ന് രാജേഷിനെ ജീപ്പ് ഏൽപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പൂനെക്ക് പോയി. ഏതൊക്കെയായാലും അപ്പം ഭാഷ ഒന്നും അറിയത്തില്ല, മലയാളമല്ല തമിഴറിയാം, ഇത് രണ്ടും അറിയത്തുള്ളൂ, അല്ലാതെ ഒന്നും അറിയില്ല. അങ്ങനെ വണ്ടി വന്ന സമയത്ത് പറഞ്ഞാൽ ഞാൻ ഗോഡൗണിൽ ചെന്ന് ആദ്യത്തെ ലോഡ് കയറ്റി നമ്മുടെ ടാറ്റയുടെ പ്ലാന്റിലേക്കാണ്, പൂനെ തന്നെ ഉള്ള പ്ലാന്റ്. അപ്പോൾ 1000 രൂപ ടയറാണ് ലോഡ് കയറ്റിയത്. അപ്പം പുള്ളിയുണ്ട്, ട്രക്കിൻ്റെ ടയറല്ലേ? ട്രക്കിൻ്റെ. അപ്പം UP-കാരനൊരു ഡ്രൈവറാണ് കൂടെ ഉള്ളത്, പുള്ളി ഞാനും ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ലോഡൊക്കെ കയറ്റി നേരെ പോയി, തലേദിവസം കയറ്റി പിറ്റേ ദിവസം രാവിലെ ടാറ്റയുടെ പ്ലാന്റിൽ ചെന്നു, അവിടെ ലോഡ് ഇറക്കി. രാവിലെ ആയപ്പോഴത്തേനും വിശക്കുന്നു, വൈകുന്നേരം അളിയൻ്റെ വീട്ടിൽ ചോറിൽ ഉണ്ടിട്ടാണ് പോയി. രാവിലെ ആയപ്പോഴത്തേനും വിശക്കാൻ തുടങ്ങി. പിള്ളേരൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണ്ടായിരുന്നു, പിള്ളേരെ പറഞ്ഞ് ആങ്ങിയൊക്കെ കാണിച്ച്. പിന്നെ രാവിലെ അവിടെ കഴിക്കാനൊന്നും കിട്ടിയല്ലോ. ഇന്നൊരു ഉച്ചയായപ്പോഴത്തേനും ആദ്യം ചായയൊക്കെ മേടിച്ചു തന്നു, ഉച്ചയായപ്പോഴത്തേനും പിന്നെ പോയി റൊട്ടിയൊക്കെ മേടിച്ചു തന്നു. അപ്പം അത് ഞങ്ങൾ ലോഡ് ഇറക്കി വന്നു. പിറ്റേ ദിവസം ഔറംഗാബാദിന് ലോഡ് കയറ്റി, ഔറംഗാബാദ് ബജാജിലേക്ക്. അതും ലോഡ് കയറ്റിയിട്ട് ഞങ്ങളിങ്ങനെ ആദ്യം പഠിച്ച വാക്കാണ് പറയുന്നത് ഹിന്ദിയിൽ. ഇങ്ങനെയാണ് ഒരു സ്ഥലത്ത് കിടക്കുക. അപ്പോൾ അളിയൻ വന്ന് അഡ്വാൻസ് ഒക്കെ തന്നിട്ട് വേണം പോകാൻ. ഇങ്ങനെ കിടന്നപ്പോഴത്തേനും ഭയങ്കര കൊതുകാണ്, വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആകുള്ളൂ. കൊതുകെന്ന് പറഞ്ഞാൽ ഭയങ്കര കൊതുക. അപ്പോൾ ഞാൻ കൊതുകായിരുന്നു ഒരു രക്ഷയില്ല. അന്നേരത്തേനും ഈ ഡ്രൈവർ പറഞ്ഞു മച്ചർന്ന് പറഞ്ഞു.
ഫസ്റ്റ് ഹിന്ദി പഠിക്കുന്ന വാക്കാണ് മച്ചർ. അല്ല പുള്ളി പഠിപ്പിക്കേണ്ടത് തന്നെയാ പഠിപ്പിച്ചത്. കാരണം ഈ ബോംബെ പൂന മേഖല അങ്ങോട്ടൊക്കെ എങ്ങോട്ടും പ്രത്യേകിച്ച് ലോറി മേഖലയിൽ പണിയെടുക്കുന്നവർ ഏറ്റവും ആദ്യം പഠിക്കേണ്ട വാക്കാണ് മച്ചർ. മച്ചർ. അതിനെ ഇത് നിയന്ത്രിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടു. ഔറംഗാബാദിലേക്ക് ലോഡും കൊണ്ടുപോയി ബജാജിലാണ്, വാളൂജ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ബജാജിൻ്റെ കമ്പനി. അതായത് ഔറംഗാബാദ് പൂനെ റൂട്ടിൽ ഔറംഗാബാദ് എത്തുന്നതിന് മുമ്പ്. അപ്പോൾ അവിടെ ചെന്ന് അതാണ് ഒരു ശരിക്കും നല്ലൊരു പണിയെന്ന് പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ആദ്യം ചെന്ന് ഒരു ഗേറ്റിൽ എൻ്റർ ചെയ്യണം. ഗേറ്റിൽ എൻ്റർ ചെയ്തിട്ട് അത് ഈ ഓട്ടോയ്ക്കും സ്കൂട്ടറിനുമുള്ള ടയറാണ് കൊണ്ടുപോകുന്നത്. അതൊരു 5 ടയർ വെച്ചുള്ള ബണ്ടിലാണ്. ആദ്യം ഈ ഒരു ഗേറ്റിൽ എൻ്റർ ചെയ്ത് പിന്നെ അകത്ത് ചെന്ന് ഓരോ സ്ഥലത്തും ചെന്ന് ഈ ടയർ കൊണ്ട് കാണിച്ച് ഓരോരുത്തർന്ന് സൈൻ മേടിച്ച് ഒരു 6-7 സ്ഥലത്ത് പോകണം. അങ്ങനെ ഈ കമ്പനിക്കകത്തൂടെ കറങ്ങി ചെന്നിട്ട് ലാസ്റ്റ് ഗോഡൗണിൽ വരുമ്പോഴോ ചിലപ്പം 4-5 ദിവസം അവിടെ കിടക്കും. ഗോഡൗൺ ഫുള്ളായിട്ട് ഇറക്കത്തില്ല. അപ്പം അങ്ങനെ ഒരു മാസം ഓടിക്കഴിഞ്ഞപ്പോൾ അത്യാവശ്യം വഴിയും ഭാഷയും കാര്യങ്ങളൊക്കെ പഠിച്ചു. അന്നൊക്കെ നാക്കയുണ്ട് മഹാരാഷ്ട്രയിൽ, ഒക്ട്രോയ് നാക്ക, അറിയത്തില്ലേ? അത് വലിയ പണിയാണ്, അത് അറിയത്തില്ല പാടാ. അപ്പോൾ അതൊക്കെ പഠിച്ചു ഈ ഒരു മാസം കൊണ്ട്. അത് കഴിഞ്ഞപ്പം മറ്റേ UP കാരൻ ഡ്രൈവർ ഉണ്ടായിരുന്നല്ലോ, പുള്ളിയെ ഒഴിവാക്കി, പറഞ്ഞു വിട്ടു. ഞാൻ മെയിൻ ഡ്രൈവറായി. എന്നിട്ട് ഒരു പയ്യനെ ഒന്നുകൂടെ ഒന്ന് പറയാമോ? അല്ല, ഒരു മാസം കൊണ്ട് മെയിൻ ഡ്രൈവറായി. ഈ ഒരു മാസം കൊണ്ട് മെയിൻ ഡ്രൈവ് ആയാണോ ഇപ്പൊ ഞങ്ങളെല്ലാം ഈ ചട്ടം പഠിപ്പിക്കുന്നത് ഓരോന്ന് പറഞ്ഞ്? അല്ല, നിങ്ങൾ ഈ ഒരു മാസം കൊണ്ട് ഇതുപോലെ അതാണെങ്കിൽ കുഴപ്പമില്ലെന്നേ. അതുകൊണ്ടല്ല, അത് സ്വയം ഒന്ന് ബൂസ്റ്റ് ചെയ്തതാണല്ലോ. ഒരു മാസം കൊണ്ട് എന്തോ ആയെന്ന് വരുത്തി തീർക്കാമല്ലേ? അത് തന്നെയല്ല, നമുക്ക് ഭാഷ അറിയാൻ മേലാതുകൊണ്ട് ഇപ്പോഴും പറയുന്നത് ശരിയാണോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റിയല്ലോ. ഭാഷ നമുക്ക് നല്ലതൊന്നും അറിയത്തില്ല. ഭാഷ ഒരിക്കലും ശരിക്കും പറയണ്ട, നമ്മൾ കൺവേ ചെയ്യുക നമ്മുടെ ഐഡിയ. അത് എങ്ങനെ വേണേ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ. അതൊക്കെ ശരിയാ. അപ്പം ഇങ്ങനെ പുള്ളിയെ ഒഴിവാക്കി വിട്ടു. ഞാൻ അങ്ങനെ ഒരു 2 മാസം കൂടെ ഓടി എന്ന് പറഞ്ഞാൽ ഒരു 2 മാസം കൊണ്ട് പൂനെ ഔറംഗാബാദ്, ഇടയ്ക്ക് പിന്നെ ബോംബെക്ക് പോയി. കാന്തിവലിയിൽ ട്രാക്ടറിൻ്റെ ഡിവിഷനുണ്ട്, അങ്ങോട്ട് ടയറും കൊണ്ടുപോയി. പിന്നെ നാസിക്ക് പോയി, മഹേന്ദ്രയുടെ കമ്പനി ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ചൊക്കെ പോയി അത്യാവശ്യ കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ ഒരു മൊത്തത്തിലൊരു 3 മാസം 4 മാസത്തോളം അവിടെ നിന്നു. അവന് ഈ കിളി പയ്യന് കർണാടകക്കാരനായിരുന്നു, പക്ഷേ പൂനെ താമസിക്കുന്ന. അവൻ്റെ ചേട്ടന് അന്ന് ഈ അർജുൻ അസോസിയേഷൻ എന്നും പറഞ്ഞുകൊണ്ട് ഈ MRFയുടെ ഒരു വണ്ടിയുണ്ട്, അത് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ അർജുൻ്റെ വണ്ടി ഉണ്ടായിരുന്നു. ആ വണ്ടിയിൽ ഈ പയ്യൻ്റെ ചേട്ടൻ ഓടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവൻ പറഞ്ഞു വിട്ടൊരു പയ്യനാണ്. അപ്പോൾ അവൻ വണ്ടിയൊക്കെ ഓടിക്കുന്നല്ലോ, അല്ലേ, ലൈസൻസ് ഒന്നുമില്ല, പിന്നെ ഭാഷ അറിയാം, അത്യാവശ്യം വഴികളൊക്കെ അറിയാം. കർണാടകക്കാരനാണ്. ഇത് പറയാം, അവിടെ മഹാരാഷ്ട്ര ജനിച്ചോളാം. അപ്പോൾ അങ്ങനെ ഒരു 3 മാസം 4 മാസം അവിടെ നിന്നു. അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ഈ ചെല്ലുന്നിടത്തെല്ലാം കിടപ്പാണ്, റോഡിറക്കി കിട്ടുകയാണ്. ഈ 100-200 കിലോമീറ്റർ ഓടിയിട്ട് അവിടെ കിടക്കാണ്. ഭയങ്കര കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ഈ കിടപ്പാട്. ഈ ടയർ കമ്പനി മൊത്തത്തിലുള്ള ഒരു സംവിധാനം അടുത്ത് അല്ലേ? ഇവിടെ കോട്ടയത്ത് പോലും പല വണ്ടികൾ വന്ന് എത്ര നേരം മാർബിലൊക്കെ കഴിഞ്ഞ 5 ദിവസമല്ലേ പറഞ്ഞത്. ഇത് ഭയങ്കര കൊതുകും, പിന്നെ കടയൊന്നും കാണുന്നില്ല കഴിക്കാൻ. പിന്നെ ഞാനെന്ന് വെച്ചാൽ അരിയൊക്കെ കൊണ്ടുപോകും, ചുമ്മാ കഞ്ഞി വെച്ചിട്ട് കഞ്ഞിവെള്ളവും കഞ്ഞിയോടെ കുടിക്കുക, ഉപ്പ് ഒഴിച്ച്, വേറെ ഒന്നുമില്ല, വല്ല എന്നേലും അച്ചാറും മേടിച്ചിട്ട്. അങ്ങനെയൊക്കെ ആയിരുന്നു ആഹാരമൊക്കെ. നമുക്ക് അവിടുത്തെ ആഹാരം പിടിക്കൽ, പിന്നെ കടയില്ല. അങ്ങനെ കഴിഞ്ഞപ്പോൾ ഞാൻ അളിയനോട് പറഞ്ഞു, അളിയ ഇങ്ങനെ. അപ്പം ഈ ഓഫീസിൽ ചെല്ലുന്ന മറാഠി വണ്ടിക്കാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ പറയും, വേണം നിങ്ങൾ നാട്ടിലേക്ക് ഓട്, നിങ്ങൾക്ക് ഇഷ്ടംപോലെ അങ്ങോട്ട് നോട്ടം കിട്ടും, ഈ ലോക്കലോട് ഇങ്ങനെ ഒന്ന് കിടന്ന് തന്നെ കിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അളിയനോട് ഞാൻ പറഞ്ഞു, അളിയ എന്നെ പോലെ നാട്ടിലോട്ടെങ്ങാനാണ് ഓടാ, ഇല്ല ഇവിടെ നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല, മടുത്തു, അതുപോലെ വാടാ 2-3 മാസം അല്ലാതെ ഒരു രക്ഷയില്ല, നിൽക്കാൻ പറ്റിയല്ലെന്ന് പറഞ്ഞു. അളിയനോട് പറഞ്ഞു. അപ്പോൾ അതിനൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഈ വണ്ടിക്ക് പിന്നെ നാഷണൽ പെർമിറ്റ് എടുക്കണം, പേപ്പറെല്ലാം, പിന്നെ വണ്ടി ഒരു കണ്ടീഷനും ടയറും ഒക്കെ മോശമാണ്. അപ്പം ഞാൻ എന്നാണല്ലോ ഇല്ല നിൽക്കുന്നില്ലെന്ന് പറഞ്ഞു. ഇല്ലേ, ഞാൻ നാട്ടിലേക്ക് പോകാൻ എന്നെ കൊണ്ട് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോൾ അളിയൻ പറഞ്ഞു, എന്നാൽ പേപ്പറൊക്കെ റെഡിയാക്കിയിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇല്ലാത്ത പൈസയൊക്കെ ഉണ്ടാക്കി വണ്ടിയുടെ പേപ്പറൊക്കെ റെഡിയാക്കി നാഷണൽ പെർമിറ്റ് എടുത്ത് ഒരു ഓണത്തിന് മുമ്പ് നേരെ ഞാനും അളിയനും കൂടെ MRFൻ്റെ ഗോഡൗണിൽ നിന്ന് കാന്തിവല്ലിക്ക് ഒരു ലോഡ് കയറ്റി. കാന്തിവല്ലി മറ്റേ ട്രാക്ടർ ഡിവിഷനാണ്. ഈ ട്രാക്ടർ ടയറും അതിൻ്റെ അല്ല ചെറിയ ടയറില്ലേ, ഇതും കൂടെ കൂട്ടിയിട്ട് അങ്ങനെ കാന്തിവല്ലിക്ക് കൊണ്ട് ലോഡ് ഇറക്കി വെച്ച് വഴിയൊന്നും അറിയാൻ ഞങ്ങൾ തന്നെ പോയി കേട്ടോ. അതൊക്കെ ഒത്തിരി കഥയാണ്, അതെല്ലാം പറഞ്ഞാൽ ഇത് നീണ്ടു പോകും ഒത്തിരി. അന്ന് പഴയ കണ്ടാള വഴിയാണ്, എക്സ്പ്രസ് ഹൈവേ ഒക്കെ ആകുന്നതിന് മുമ്പ് പഴയ കണ്ടാളുള്ളപ്പോൾ. എക്സ്പ്രസ് 99 കണ്ടല്ലോ. 99-2000 ആ ഒരു സമയത്ത് കണ്ട. അപ്പം ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇത് കണ്ടാളെ ഇറങ്ങി എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ചെന്നിട്ട് ഏതാണ്ട് 10-12 മണിക്കൂർ കൊണ്ടാണ് മുള്ളൻ്റെ നാക്കയാണ് പോകേണ്ടത്.
മുള്ളൻ്റെനാക്കെ പോയി അവിടുന്ന് പേപ്പർ അരച്ചിട്ട് വേണം ഈ കാന്തിവല്ലിക്ക് പോകാൻ. മുള്ളൻ്റെനാക്കെ അറിയാമല്ലോ, ഭയങ്കര. അപ്പം അങ്ങനെ ഞങ്ങൾ പോയി വൈകിട്ട് ഇവിടുന്ന് വഴിയൊന്നും അറിയത്തില്ല, പോയി ചോദിച്ചു പോയി കേട്ടോ. അന്ന് ഈ GPS പോലും ഇല്ല, ഫോണൊന്നും ഇല്ലല്ലോ. ഇങ്ങനെ ചോദിച്ചു. പിന്നെ ഈ ഗോഡൗണിൽ നിന്ന് സ്ഥിരം പൂനെന്ന് ബോംബെ ഓടുന്ന കുറച്ച് വണ്ടിക്കാരുണ്ട്, വേറെ ആൾക്കാരൊന്നും ഈ ബോംബെക്ക് പോകുമല്ലെന്ന്. അപ്പം അങ്ങനെ പോയി ഞങ്ങൾ ഈ കലമ്പോളിയൊക്കെ ചെന്ന് കഴിഞ്ഞപ്പം ശില്പേട്ടനാക്കടെ ഇപ്പുറം എവിടെ ചെന്നപ്പോൾ ഇവരെ കണ്ടു. പിന്നെ അവരുടെ കൂടെ നിന്ന് ഏക്കാലും മുള്ളൻ്റെനാക്കെ ചെന്നു. മുള്ളൻ്റെനാക്കെ ചെന്ന് രാത്രി ചെന്ന് ഒക്ടോബർ അടയ്ക്കാം പേപ്പറെല്ലാം കൊടുത്തിട്ട് ഞങ്ങൾ അവിടെ കിടന്നുറങ്ങി. ഞാനും അളിയനും കൂടെ പോകുന്നത് കേട്ടോ, വേറെ ആരുമില്ല. മറ്റേ കിളിപ്പയ്യൻ വന്നില്ല, ഞാനും അളിയനേ ഉള്ളൂ. അപ്പം മുള്ളൻ്റെനാക്കെ ചെന്നപ്പോഴത്തേക്കും അവിടെ കിടന്നുറങ്ങുക ഞങ്ങൾ. നേരം വെളുക്കുമ്പോൾ ഏറ്റില്ല, അന്നേരം നല്ല മലയാളം കേൾക്കാം, നല്ല മലയാളം. ഞാൻ പതുക്കെ കേരള വണ്ടി ഒന്നും നോക്കിയിട്ട് കാണുന്നില്ല. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു RJ 27 ഒരു വണ്ടിയാണ്, വണ്ടി നമ്പർ മറന്നുപോയി. RJ 27 ഒരു വണ്ടി കിടക്കുന്നു. അതല്ലൊരു മലയാളി, നല്ല മലയാളം ഇവർ തമ്മിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം അളിയനെ ഇറങ്ങി ചെന്ന് ചോദിച്ചു, അപ്പോൾ കണ്ണൂർ വണ്ടിയാണ്. അതപ്പോൾ ഞാൻ ഈയിടെ പറഞ്ഞ വണ്ടിയാണ്, പിന്നെ കണ്ണൂരിൽ നിന്ന് സ്ഥിരം പൂനെ ബോംബെയൊക്കെ ഓടുന്ന വണ്ടിയാണ്. അവർക്ക് മാർബിളിൻ്റെയൊക്കെ പരിപാടി ഉണ്ടായിരുന്നുകൊണ്ട് ഈ രാജസ്ഥാൻ വണ്ടി. അപ്പോൾ അതിൽ ക്ലീനറായിട്ട് വരുന്ന ഒരു പുള്ളിയുടെ പേര്, പുള്ളി ഈ ഇതിലുള്ള പുള്ളി ക്ലീനറാണ്, കിളിയാണ്. പുള്ളിയുടെ പേര് മനോഹരൻ എന്നാണ്, കണ്ണൂരുള്ള ആളാണ്, ഇപ്പോഴും ആളുണ്ട്. പിന്നെ ഡ്രൈവർ ഓഫീസിൽ കിടന്നിട്ട് ലോക്കൽ ഡ്രൈവറെ ഇറക്കാൻ വന്നേക്കുന്നത്, ഈ ലോഡ് ഇറക്കാൻ വേണ്ടി പോയിക്കുക. അന്ന് കണ്ണൂരുകാരെല്ലാം അങ്ങനെ ഓഫീസിൽ കൊണ്ടുപോയിട്ട് ലോക്കൽ ഡ്രൈവറെ ഇറക്കാൻ പോകുന്നത്, ഈ കിളി കാണും മതിയിൽ. അപ്പോൾ അങ്ങനെ പുള്ളിയെ കണ്ടു, പുള്ളി വർത്താനമൊക്കെ പറഞ്ഞ് കുറേ സംസാരിച്ചു. അപ്പോൾ പുള്ളിക്ക് വഴിയൊന്നും അത്ര ഇതില്ല. പുള്ളി അന്നേരം ഇവിടെ ലോറി ഓഫീസിലെ നമ്പർ തന്നു. നമ്പർ തന്നു. ഞങ്ങളൊക്കെയല്ലേ അവിടുന്ന് ഗൈഡ് വിളിക്കാൻ ഞങ്ങൾ പോയി. മറ്റേ വണ്ടിക്കാരുടെ കൂടെ തന്നെ. ഒന്ന് ബോംബെയിലെ ട്രാഫിക് എന്ന് പറഞ്ഞാൽ ഭയങ്കര, മറ്റേ LBS മാർഗ് വഴിയാണ് പോകുന്നത്, ഭയങ്കര തിരക്കല്ലേ. അങ്ങനെ കഴിഞ്ഞാൽ മറ്റേ വണ്ടിക്കാരുടെ കൂടെ ഞങ്ങൾ പോയി ഏക്കാലും കാന്തിവല്ലി ലോഡ് ഇറക്കുന്നിടത്ത് ചെന്നു. ഈ മനോഹരനോട് നമ്പറൊക്കെ മേടിച്ചു ഓഫീസിലെ. സുശാന്ത് ട്രാൻസ്പോർട്ട് ഉണ്ട്, സുശാന്ത് റോഡ് ലൈൻസ്. അപ്പം രഘുവേട്ടൻ്റെ നമ്പരൊക്കെ കിട്ടി. അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് രഘുവേട്ടനെ വിളിച്ചു. രഘുവേട്ടൻ പറഞ്ഞു ലോഡുണ്ട്, നിങ്ങൾ പോരാൻ പറഞ്ഞു. ഈ കാന്തിവല്ലിയിൽ നിന്ന് വരാൻ അറിയാമോ? കാന്തിവല്ലിയിൽ നിന്നൊക്കെ വഴി ചോദിച്ചു വാശി വന്നു. ഓർത്തോണം അവിടെ നിന്ന് വരണം, എന്നെ പാടാന്ന്. ഈ വഴി ഞങ്ങളിങ്ങനെ. പിന്നെ MH വണ്ടിയാണ് കേട്ടോ, മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ വണ്ടിയാണ്. അതിൻ്റെ ഒരു പരിഗണന കിട്ടും. അതെ, അവിടുത്തെ ക്യാബിനാണ്. MH04C 5111. ബോംബെ ബോംബെ വണ്ടി MH04C 5111 അതാണ് വണ്ടി. താനെയാണ് 4 താനെയാണ്, MH4 എന്ന താനെ. അപ്പം ഞങ്ങൾ വഴിയൊക്കെ ചോദിച്ച് ഏക്കാലും രാത്രി ആയപ്പോഴത്തേനും അവിടെ ഇറക്കിയിട്ട് വാശിയിലെത്തി. സുശാന്ത് വന്ന് രാത്രി അവിടെ അവിടെ കിടന്നു. പിറ്റേ ദിവസം രാവിലെ രഘുവേട്ടന് കോട്ടയത്തിന് ഒരു ലോഡ് സെറ്റാക്കി തന്നു. അടിപൊളി. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ കോട്ടയത്ത് ഒരു പൗഡറാണ് അവിടെ കയറ്റിയ സ്ഥലം എവിടെയാണെന്ന് ഞാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ രാവിലെ ഒരു ഗൈഡിനെയും കൂടെ കൂട്ടി വിട്ടു. ഞങ്ങളവിടെ പോയി ലോഡ് കയറ്റി, ഈ പൗഡർ ലോഡ് കയറ്റി. പിറ്റേ ദിവസം രാവിലെ, അടുത്ത ദിവസം രാവിലെ ആയപ്പം പൂനെയിലെത്തി. അപ്പോൾ പൂനെയിലെ അളിയൻ വീട്ടിലിറങ്ങി. മറ്റേ കിളിപ്പയ്യൻ അന്നേരം വന്നു. അവനും ഞാനിവിടെ പിന്നെ പൂനെയിൽ നിന്ന് നേരെ നാട്ടിലേക്ക് പോരുവാ തന്നെ പോകുന്നത്. അടിപൊളി. അപ്പം അങ്ങനെ ഈ പിറ്റേ ദിവസം പൂനെയിൽ നിന്ന് നേരെ ഞങ്ങൾ കോട്ടയത്തിന് പോരുക. അപ്പം ഞാൻ ആ കാത്രജ് വരെ വന്നിട്ടുള്ളൂ. അപ്പം ഞങ്ങൾ വന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ മറ്റേ ഓൾഡ് ബോംബെ, അല്ല പൂനെ സത്താറ റോഡില്ലേ, അവിടെ സാസ്വാഡ് വഴി വരുന്ന ആ വഴിയിലാണ് നിൽക്കുന്നത്. ആ കമ്പനിയുടെ അവിടെ വന്നത്, വാക്കട എന്ന് പറഞ്ഞു. അല്ല വാക്കടല്ല, വടക്കി. അപ്പോൾ അവിടുന്ന് ആ വഴിക്കാണ് വന്നത് സത്താറയ്ക്ക്. അപ്പം വഴിയെല്ലാം ഭയങ്കര മോശമാണ്, പിന്നെ വഴിയൊന്നും അറിയത്തുമില്ല. അപ്പോൾ ഇവന് ബാംഗ്ലൂരൊക്കെ പോയിട്ടുണ്ട് ഈ പയ്യൻ. അങ്ങനെ ഞങ്ങൾ വന്ന് അന്ന് ഒരു പകൽ പോന്നു. പിറ്റേ ദിവസം രാത്രി കുറേയെല്ലാം ഓടി. അടുത്ത ദിവസം നേരം വെളുത്തപ്പോഴത്തേനും നമ്മളെ കിത്തൂരെത്തി. കിത്തൂർ എന്നാ ഭാരത് ഹോട്ടലിൽ അവിടെ കയറി ഫുഡൊക്കെ കഴിയുക. രാവിലെ കാപ്പി കുടിക്കുന്ന അവിടെ വന്നു. വഴിയെല്ലാം വളരെ മോശമാണ്. അന്നെല്ലാം ഡബിൾ ലൈൻ അല്ലേ ഉള്ളൂ. എന്നിട്ട് മൊത്തം കട്ടറുമൊക്കെയാണ്. അവിടുന്ന് കാപ്പി കുടിയൊക്കെ കഴിഞ്ഞ് പോന്നു. ആ രാത്രി പിറ്റേ ദിവസം ഓടി. പിറ്റേ ദിവസം രാത്രി ആയപ്പോഴത്തേക്കും ഏകദേശം മംഗലാപുരമൊക്കെ കഴിഞ്ഞ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് തൃശ്ശൂർ വരെ ഞാൻ പോയിട്ടുള്ളൂ. കോഴിക്കോടും പോയിട്ടില്ല, അന്ന് റോഡ് മാർഗം പോയിട്ടില്ല. അങ്ങനെ വന്ന് മഞ്ചേശ്വരമൊക്കെ കയറി. വഴിയെല്ലാം ഭയങ്കര മോശമാണ്. അങ്ങനെ വന്ന് ഇങ്ങനെ മോശം വഴിയിലുമൊക്കെ ആയിട്ട് കൂടി ഇടയ്ക്ക് പിന്നെ ടയറൊക്കെ വണ്ടിയുടെ ഇച്ചിരി മോശം ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ടയർ പഞ്ചറാവുകയൊക്കെ ചെറുതായിട്ടൊക്കെ. അങ്ങനെ വന്ന് നേരെ കോട്ടയത്തെത്തി ലോഡ് കൊണ്ട് ഇവിടെ അണ്ണാങ്കുന്ന് റോഡിലായിരുന്നു ഇറക്കണ്ടേ. അവിടെ ഇറക്കിയിട്ട് നേരെ വൈകുന്നേരം ആയപ്പം വണ്ടിയും കൊണ്ട് നേരെ ചേനപ്പാടിക്ക് പോയി. വീടില്ലല്ലോ, വാടകയില്ല. ആദ്യമായിട്ട് തിരിച്ചു വന്നാ
ആദ്യമായിട്ട് വണ്ടിയും കൊണ്ട് തന്നെ വന്നിട്ട് നേരെ വണ്ടിയും കൊണ്ട് നേരെ അല്ല ജീവിതത്തിൽ ഒരു ആഗ്രഹ പൂർത്തീകരണം അതിനറിയോ ലോറിയായിട്ടാണ് കയ്യിലുന്നത്. അതിന്റെ സന്തോഷം എന്നാന്ന് വെച്ചാൽ നേരെ കോട്ടയത്ത് ഇറക്കിയിട്ട് വണ്ടിയും കൊണ്ട് തന്നെ നേരെ ചെനപ്പാടിക്ക് പോയി. ചെനപ്പാടി വീട്ടിൽ പോയി വണ്ടിയും കൊണ്ട് ചെന്നു അവിടെ. എന്നിട്ട് വണ്ടിയെല്ലാം ഭയങ്കര ചിലയാണ്, മഴയുള്ള സമയമാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ഓണമൊക്കെ കൂടി അടിപൊളിയായിട്ട് ഓണമൊക്കെ കൂടിയിട്ട് ഓണം കഴിഞ്ഞ് MRF തന്നെ കോട്ടയം MRF തന്നെ പൂനെക്ക് ഈ നമ്മുടെ ഗോഡൗണിലേക്ക് തന്നെ ലോഡുണ്ട്. ഈ ട്രാക്ടർ ടയറും അതിൻ്റെ ചെറിയ ടയറും. അപ്പം നേരെ ഇവിടെ ചെന്ന് കോട്ടയത്ത് നിന്ന് MRF ലോഡ് കയറ്റി വീണ്ടും നിരപ്പൂരയ്ക്ക് പോയി. പക്ഷേ ആ ഫസ്റ്റ് ട്രിപ്പ് വന്നപ്പോൾ തന്നെ അമ്മാവൻ്റെ മോനെ ജയനെയും കൊണ്ടാണ് പോകുന്നത്. അപ്പൊ ഇവനെ ഒഴിവാക്കിയിട്ട് ജയനെയും കൊണ്ട് അപ്പൊ ഇങ്ങനെ ഓടാൻ തീരുമാനിച്ചല്ലോ. അപ്പൊ പിന്നെ ഇന്ത്യക്കാരെ കൊണ്ട് നമുക്ക് പാടല്ലേ. ഞാൻ വരാന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയില്ല. എന്നിട്ട് ജയനെയും കൂട്ടിയാണ് തിരിച്ചു പോകുന്നത്. അപ്പം അന്നത്തെ വാടക എത്രയെന്ന് കേൾക്കണോ? ബോംബെന്ന് 9 ടണ്ണാന്ന് തോന്നുന്നു ലോഡ്. 9 ടണ്ണിന് 13,250 രൂപ കോട്ടയത്തിന്. ഇവിടുന്ന് ഈ ടയർ ലോഡിന് 10,750 രൂപ തോന്നുന്നു പൂനെക്ക് അന്നത്തെ വാടക. ഡീസലിനൊക്കെ ഒത്തിരി ഡീസലിന്റെ വില കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല. 8 രൂപ 8 രൂപ 50 രൂപ ആ ഒരു റേറ്റേ ഉള്ളൂ. അപ്പം പിറ്റേ ട്രിപ്പ് ജയനാണല്ലോ കൊണ്ടുപോയേ. ജയനും ചെറുവണ്ടിയൊക്കെ ഓടിച്ചിട്ടേ ഉള്ളൂ. അവന് ഹെവിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, ഹെവിയുണ്ട്. അപ്പം ഓടിക്കാൻ കൊടുത്ത് ജയനയും കൂടെ പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ അങ്ങ് പോയി. അവിടെ ചെന്ന് ലോഡിറക്കി വീണ്ടും ഞങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് കയറ്റി അങ്ങനെ അങ്ങ് ഓടാൻ തുടങ്ങി. ഈ കഥാനായകൻ എന്നാ വന്നു എത്ര വലിയ അതിന് താമസമൊന്നുമില്ല. പിന്നെ ഇവനെ കിളിയായിട്ട് കൊണ്ടുപോയി. ഞങ്ങൾ രണ്ടും മെയിൻ ഡ്രൈവറും സെക്കൻഡ് ഡ്രൈവറും. അവൻ എത്ര മാസം കിളിയായിട്ട് പോയി? ഇവിടെ 1 മാസമേ പോയുള്ളൂ. അല്ല നമുക്ക് ലൈസൻസ് എടുക്കാൻ പ്രായമായില്ലോ. എത്ര വയസ്സുണ്ട്? ഒരു 15-16 വയസ്സുണ്ടാവും. അല്ല ഇവൻ എന്നോട് ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. ചെറുവത്തൂർ RTO ഇതെല്ലാം കഴിഞ്ഞ് ഹെവി എല്ലാം എടുത്തു കഴിഞ്ഞ് അവനെ പിടിച്ചു നിർത്തി ലൈസൻസ് വ്യാജാന്നും പറഞ്ഞുകൊണ്ട്. അതെ, കഴിഞ്ഞ പ്രാവശ്യം വൈപ്പർ ഇല്ലാതെ വണ്ടി ഓടിച്ചൊരു കഥ പറഞ്ഞില്ലേ, ചേമ്പല് തേച്ചുമൊക്കെ. നിങ്ങളുടെ മറ്റേ ഇവിടെ പോയപ്പോ ഗുജറാത്ത് പോയപ്പോ. അപ്പൊ അതെന്ന് പറഞ്ഞാൽ അതൊക്കെ ഈ വണ്ടിയിലാണ്. വൈപ്പർ ഇല്ലായിരുന്നു അത് കൊടുക്കുന്നിടം വരെ. ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു വൈപ്പർ വെച്ചുള്ള വണ്ടി ഓടിക്കാൻ. ആ വണ്ടി 4-5 പറഞ്ഞാൽ അത് കൊടുക്കുന്നിടം വരെ അതിന് വൈപ്പർ. അനുഭവം ഗുരു എന്ന് പറഞ്ഞൊരു ചൊല്ലുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെ അനുഭവം നമ്മുടെ ടീച്ചർമാർ. അതെ, അതതിന്റെ അർത്ഥം. പിന്നെ അതുപോലെ ഇവൻ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പിന്നെ ഇവനോട് വണ്ടിയെ വന്നു. 3 പേരുടെ കുറേ നാൾ പോയി അല്ലേ? കുറേ നാൾ പോയി. അങ്ങനെ അന്നേരം വേണ്ട, വണ്ടി ഓടിച്ചാൽ മതിയല്ലോ. വണ്ടി ഓടിക്കാൻ അത്ര ഇൻട്രസ്റ്റ് അല്ലേ? വലിയ വണ്ടി ഓടിക്കണേ ഭയങ്കര ഇൻട്രസ്റ്റ്. തന്നെയല്ലേ ഇവൻ ആ പ്രായത്തിൽ ഈ സ്ഥലം കാണുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടെ സ്ഥലമൊന്നും കാണണമെന്നൊന്നുമില്ല, വണ്ടി ഓടിക്കാന്നുള്ള. അപ്പം ജയൻ ശരിക്കും 2-3 മാസമായി വണ്ടിയിലുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ജയന് കാസർഗോഡ് ഒരു ആംബുലൻസെ പണി കിട്ടി. അവൻ അതിൽ അങ്ങ് പോയി. പിന്നെ ഇവനും ഞാനിവിടെ പോയാൽ മൊത്തം. ഇപ്പം അന്നൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ വണ്ടി കോട്ടയത്ത് കൊണ്ടിട്ടിട്ട് ഞാൻ വീട്ടിൽ പോകും. ഇവൻ വണ്ടിയൊക്കെ കിടക്കും. പിറ്റേ ദിവസം പോയി ലോഡൊക്കെ കയറ്റി കഴിയുമ്പോൾ വൈകുന്നേരം പോകാൻ നേരം വരും. മെയിൻ ഡ്രൈവർ അങ്ങനെയാണല്ലോ. ലോഡൊക്കെ കയറ്റി ഗ്ലാസ് ഒക്കെ കഴുകി നീറ്റാക്കി ഇടണം, നേരം വരും. കയറി ഇരുന്ന് സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ അങ്ങനെയായിരുന്നു കുറച്ച് നാൾ. അപ്പോൾ അങ്ങനെ പോകുന്നതിൽ ശരിക്കും ഓർക്കുന്നത് ഈ വണ്ടിക്ക് മിക്കവാറും പണികളൊക്കെ ഉണ്ടാവുമല്ലോ. ഏറ്റവും ഓർക്കുന്നത് നമ്മൾ ഈ വണ്ടിയിലൊക്കെ കിടന്നുള്ള ഉറക്കമെന്ന് പറഞ്ഞാൽ ഉണ്ണിക്കറിയത്തില്ലേ, രാത്രിയിലൊക്കെ കിടന്ന് ഉറങ്ങുന്ന നല്ല സുഖമല്ലേ. പിന്നെ നല്ല ഓടിച്ച് മടുത്തിട്ട് കിടന്ന പവർ സ്റ്റിയറിംഗ് ഒന്നുമല്ല കേട്ടോ. ഇവിടുന്ന് ഇപ്പം മംഗലാപുരം ചെല്ലുമ്പോൾ തന്നെ നമ്മളൊരു പരുവാകും, ഇഞ്ച പരുവാകും. എടുത്ത് പറയേണ്ട ഒരു കാര്യം, സാധാ സ്റ്റിയറിംഗ് വണ്ടി, ഡബിൾ ക്ലച്ച് വണ്ടി, വാട്ടർ പമ്പിന് ഗ്രീസ് വെക്കണം, സ്പിൻഡിലിന് ഓയിൽ ഒഴിക്കണം. ഇതാ മെയിൻ പണി. സ്പിൻഡിലിന് ഓയിൽ ഒഴിക്കണം. പിന്നെ ജോയിന്റിന് എല്ലാം ഗ്രീസ് 500 കിലോമീറ്ററിന് ഗ്രീസ് അടിയാ. വാട്ടർ പമ്പിന് ഗ്രീസ് വെച്ച് കഴിയുമ്പോൾ കൈ കൊമളച്ച് വരും. ചൂടായി നിൽക്കുന്ന വണ്ടിക്കകത്ത് പിരിച്ച് കയറണം. അതിങ്ങനെ അഴിച്ചെടുത്തിട്ട് അതിനകത്ത് ഗ്രീസ് നിറച്ചിട്ട് പിരിച്ച് വെക്കുക. ഇപ്പൊ പമ്പിനടിക്കല്ലേ പണ്ട്. അതൊക്കെ ഇപ്പോഴല്ല, ഇപ്പം വേണ്ട, അതിനുശേഷം പമ്പിനടിക്കുന്നുണ്ടായിരുന്നു. ഇതങ്ങനല്ല, ഇതൊരു അടപ്പ് പോലത്തെ സാധനമാണ്. അതിനകത്ത് ഗ്രീസ് ഇങ്ങനെ വെച്ച് അങ്ങനെ മുറുക്കി വേണം ഇതിന് വെക്കാൻ. പിന്നെ അത് നല്ല പണിയുണ്ട് കേട്ടോ, കിളിക്ക് നല്ല പണിയുണ്ടായിരുന്നു. കയ്യെല്ലാം കൊമളച്ച് വരും. നല്ല ചൂടായി നിൽക്കുന്നതല്ലേ വാട്ടർ പമ്പിന് അതാ വെക്കുന്നത്. അപ്പം നല്ല കൈ കൊമളച്ച് വരും, നല്ല പണിയുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ വണ്ടിക്കും പണിയാവും. അന്നേരം പറയാൻ വേണ്ട, നല്ല ഉറക്കത്തിൽ കിടക്കുമ്പോഴായിരിക്കും ഷൂന്ന് കേൾക്കാം ടയർ പൊട്ടുന്നത്. അതിലേ ഏറ്റവും പണി വന്ന ഞാൻ ഓർക്കുന്നത് എന്നാന്ന് വെച്ചാൽ, ധാർവാഡ് വന്നപ്പോൾ ഒരു ദിവസം വെളുപ്പിനെ വീൽ ബെയറിങ് പോയിട്ടില്ലേ, 2 ടയർ ഒരുമിച്ച് വീലിനോട്ട് അടിക്കാൻ പറ്റിയല്ല എന്നിട്ട്. അപ്പം വണ്ടി ഒതുക്കി നിർത്തി. പഴയ വഴിയാ, ഇപ്പോഴത്തെ വഴിയൊന്നുമല്ല. അപ്പം ഇത് വീലിനോട്ട് അഴിച്ചെടുക്കത്തില്ല. എന്നിട്ട് പിന്നെ ഒരു വർക്ക്ഷോപ്പുകാരനെ കൊണ്ടുവന്നിട്ട് ഈ അബ്ബഴിച്ച് ഇത് മൊത്തത്തിൽ ഇങ്ങ് ഊരിയെടുത്തു.
മൊത്തത്തിൽ ഊരി എടുത്തിട്ട് പിന്നെ ഇത് അഴിക്കണം, ഇനി ലയത്തിൽ കൊണ്ടുപോകണം. ഞങ്ങൾ രണ്ടും കൂടെ ഈ 2 ടയറും ഈ ഡ്രമ്മും ഈ എല്ലാ അബ്ബും എല്ലാം കൂടെ വെച്ചിട്ട് അവിടുന്ന് ഒരു തരത്തിൽ തള്ളി ഒന്ന് ഓർത്ത് നോക്കി വെയിറ്റ് എന്നാ വരുമെന്നത് തള്ളി ലയത്തിൽ കൊണ്ടുവന്നു. ലയത്തിൽ കൊണ്ടുവന്ന് അയാളത് കട്ട് ചെയ്ത് അയച്ചു തന്നു, ശരിയാക്കി. പിന്നെ അവിടുന്ന് അതെല്ലാം ഉന്തി വണ്ടിക്കകത്ത് അടുത്ത് കൊണ്ടുവന്ന് പിന്നെ മെക്കാനിക്കിനെ കൊണ്ട് മൊത്തം സെറ്റ് ചെയ്ത് ഒക്കെയാണ് പോകുന്നത്. എന്ന് ഈ വീൽ ബോൾട്ട് എല്ലാം ഇതിൻ്റെ പോയിട്ട് അഴിക്കത്തുമില്ല മുറുക്കത്തുമില്ല, അതുപോലെ ഭയങ്കര പാടായിരുന്നു. പിന്നെ ഒരു പ്രാവശ്യം വളാഞ്ചേരി വന്ന് ടൈലും കൊണ്ട് വന്നിട്ട് അയ്യോ അതെ വളാഞ്ചേരി വന്ന് ഐസിലൊടിഞ്ഞു. ഏണ്ട് അവിടുന്ന് ഇങ്ങോട്ട് കോഴിക്കോട് നിന്ന് വരുമ്പോൾ ആ കയറ്റത്തെ തുടങ്ങുന്നിടത്ത് വന്ന് ഞാനാണ് ഓടിച്ചിരുന്നത്. ഒരു ഗിയർ മാറി ടക്കോന്നൊരു സൗണ്ട് പോലെ കേട്ട് വണ്ടി പിന്നെ മൂവ് ആകുന്നില്ല. ഐസിലൊടിഞ്ഞു ചേട്ടാ കിടക്കുകയായിരുന്നു. അപ്പം ഗിയറൊക്കെ ഇട്ട് നോക്കി കഴിഞ്ഞപ്പോൾ വണ്ടി പോകാമെന്നില്ല. ഐസിലൊടിഞ്ഞാന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ നോക്കി എന്നിട്ട് ചേട്ടാ അന്നേരം അവിടെ ഇട്ട് പൈസ ഇല്ലെന്ന്. ഈ എവിടെ എന്നാ ഉണ്ടായാലും പൈസ ഇല്ല ഇത് നന്നാക്കാൻ. അന്നാ ഞാൻ ഇപ്പം പറഞ്ഞില്ലേ ബെയറിങ് പോയ കാര്യം, അതൊക്കെ പൈസ എവിടുന്ന് എനിക്കറിയത്തില്ല. അന്ന് ഈ അക്കൗണ്ടിലും അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല, എവിടുന്ന് ഒന്നുമില്ലല്ലോ. ഇതേപോലെ കഷ്ടപ്പാടായിരുന്നു. കഷ്ടപ്പാട് ഇതെല്ലാം വിവരിച്ച് പറയാൻ പറ്റത്തില്ല, എന്ന് വെച്ചാൽ ഒരുപാട് സമയമെടുക്കും, ഒത്തിരി എപ്പിസോഡ് പോകും. അതുപോലെ കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ എവിടെ നമ്മൾ ഈ അറ്റപ്പറ്റ പൈസയും കൊണ്ടാണ് പോകുന്നത്. അന്നേരമായിരിക്കും ചിലപ്പോൾ ടയർ പഞ്ചറായി കഴിഞ്ഞ് ടയർ പോയെങ്കിൽ അത് മേടിക്കാനൊക്കെ അന്നേരം അവിടെ എവിടെയെങ്കിലും സ്വന്തക്കാരുണ്ടെങ്കിൽ അവിടെ പോയി വല്ല പൈസ മേടിക്കുക, അല്ലെ വല്ല സ്വർണ്ണം പണയം വെക്കുക. ഇതൊക്കെ സ്ഥിരം പരിപാടി, എല്ലാ ട്രിപ്പിനും അങ്ങനെ തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അന്ന് നമ്മൾ ഈ അന്ന ട്രാൻസ്പോർട്ടിൽ നിന്നായിരുന്നു ലോഡ് എടുക്കുന്നത്, കാറ്റാസിലുള്ള കോട്ടയത്ത്. അപ്പം ജോസിയേട്ടന് ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട്. അത് ഉണ്ണിക്ക് അറിയാമല്ലോ, ജോസിയേട്ടനൊക്കെ അറിയില്ല ആ സമയം. പക്ഷേ വണ്ടി എടുക്കുന്ന സമയം തൊട്ടേ, വണ്ടി സ്വന്തമായിട്ട് എടുത്ത സമയം തൊട്ടേ ഉണ്ണിക്ക് അറിയത്തുള്ളൂ, അതിന് മുമ്പിലത്തെ കാര്യങ്ങൾ അറിയത്തില്ല. അപ്പോൾ അന്ന് ജോസിയേട്ടൻ്റെ അടുത്താണ് ലോഡ് എടുക്കുന്നത്. അപ്പോൾ ജോസിയേട്ടൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ഇപ്പം ലോഡ് കയറ്റി പോകാൻ നേരം കുറേ പൈസ വായ്പ മേടിച്ചുകൊണ്ട് പോകും. എന്നിട്ട് പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേനും വാളെ ഇറക്കി വെച്ച് ആ പൈസ അങ്ങോട്ട് കൊടുക്കും. വീണ്ടും അടുത്ത് ലോഡ് കയറ്റുമ്പോൾ ഇങ്ങോട്ട് മേടിക്കും. ഇത് തന്നെ പരിപാടി, പോകാൻ പൈസ ഒന്നുമില്ല. അങ്ങനെ പിന്നെ വണ്ടി ഈ പറഞ്ഞ പോലെ തന്നെ അളിയനും ആ വണ്ടി കൊണ്ട് ഒരു വലിയ മെച്ചമൊന്നും ഉണ്ടായില്ല. അന്ന് ഒരു ട്രിപ്പ് പോയിച്ച് വന്നാൽ ഡ്രൈവർക്ക് ഒരു 1500 രൂപ കിട്ടും. പൂനെയൊക്കെ പോയി ഒരാൾക്ക് 1500 രൂപ കിട്ടും. ഇപ്പം ഞങ്ങൾ 2 പേര് പോയാൽ 3000 രൂപ കിട്ടും. ഓണർക്ക് ചിലപ്പോൾ അതും കാണുകയില്ല. വണ്ടി ഏകദേശം അതുപോലെയൊക്കെ ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ്. അതെ, ഇന്നത്തെ അവസ്ഥ എമൗണ്ടിന്റെ ഇതിൽ വ്യത്യാസം വന്നിട്ടുണ്ടോ ഡ്രൈവർക്ക് മെച്ചം. ഇപ്പം വണ്ടിയിലൊക്കെ പോയി വന്നാൽ ഇപ്പോൾ ഒരു ബോംബെയൊക്കെ പോയി 10-12 രൂപ ഡ്രൈവർ കിട്ടുകയല്ലേ. അപ്പോൾ അന്ന് അങ്ങനല്ല. പിന്നെ അതനുസരിച്ച് ജീവിത ചെലവും കൂടി കേട്ടോ, അത് വേറെ കാര്യം. വണ്ടിയുടെ കാര്യം ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഒരുപാട് കഷ്ടപ്പാടുണ്ടായിരുന്നു. അതുപോലെ ഹാർഡ് വർക്ക് ചെയ്തു. ഒരു ട്രിപ്പ് പോലും ഇറങ്ങി നിൽക്കുകയൊന്നും ചെയ്യാതെ വണ്ടിയിൽ തന്നെ ജീവിതമേ വണ്ടിയിലായിരുന്നു. അപ്പോൾ അതിലൊക്കെ അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവന് ഞാനിവിടെ ആണല്ലോ പോകുന്നത്, ശമ്പളം വേണമല്ലോ. അപ്പോൾ ഇവന് ഒരു 2 ട്രിപ്പ് വന്നു കഴിയുമ്പം ഞാൻ പറയുന്ന പോലെയൊക്കെ നിൽക്കാം ഇച്ചിരി ബുദ്ധിമുട്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ കോട്ടയത്ത് വന്ന് നിൽക്കുമ്പം ചിലവിന് പൈസ കൊടുത്തിട്ട് പോകും, തിരിച്ചു വരുമ്പോൾ അതിൻ്റെ കണക്ക് നോക്കുമ്പോൾ ഒന്നുമില്ല, അതെല്ലാം അടിച്ചു പൊളിച്ച് തീർക്കും. അപ്പോൾ ഇതിങ്ങനെ പല പ്രാവശ്യം ചിലപ്പോൾ ചോദിക്കുന്നത് ഇഷ്ടപ്പെടുകയില്ല. അങ്ങനെ പല കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവനൊരു കുറച്ച് നാൾ, എനിക്ക് തോന്നുന്നു ഒരു 3-4-5-6 മാസമൊക്കെ എൻ്റെ കൂടെ വന്നു കഴിഞ്ഞപ്പോഴായിരിക്കാം എന്ന് തോന്നുന്നു ഞാൻ ഇനി ചേട്ടാടെ കൂടെ വരുന്നില്ലെന്ന്. അപ്പം നമ്മുടെ ജീപ്പ് എരുമേലിൽ കിടപ്പുണ്ട്, വാടകയ്ക്കുണ്ട് വീട്ടിൽ, അവിടെ കിടപ്പുണ്ട്, ഓടുന്നൊന്നുമില്ല, കണ്ടീഷനൊന്നുമില്ല. അത് വേറൊരു കാര്യം. അപ്പം ഇവൻ പറഞ്ഞു പറയേണ്ട ഒരു കാര്യമാണ്. അതെ, അത് എടുത്ത് പറയേണ്ട കാര്യമാണ്. അവൻ നോക്കിയപ്പോഴേ തമ്മി ഭേദം തൊമ്മനാന്ന് ഓർക്കുകയാണ്. ഇതിനെ പോയാലും എന്നും ടയറഴിയും വെള്ളം. അപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞു സന്തോഷം ആഗ്രഹിക്കാതെ അല്ല, ഇവൻ എന്നോട് പറഞ്ഞു ഞാൻ ഇനി ചേട്ടാടെ കൂടെ വരുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ ആ ജീപ്പ് അവിടെ കിടപ്പില്ലേ, ഞാൻ അതെടുത്ത് ഓടിച്ചോളാന്ന് പറഞ്ഞു. ശരിയെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, ആ ജീപ്പേ ഉള്ളു നമ്മുടെ കുടുംബ സ്വത്തായിട്ടുള്ള സാധനം, വേറെ ഒന്നുമില്ല. ദൈവത്തെ നീ അതെടുത്തോ, എനിക്ക് അതിനൊരു വീതവും വേണ്ട. ആ വണ്ടി നീ സ്വന്തമായിട്ട് കൊണ്ടുവന്നു, അതുകൊണ്ട് എന്നാ കിട്ടിയാലും നീ എടുത്തു, എനിക്ക് ആ വണ്ടിയും വേണ്ട, അതിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനം വേണ്ട. പിന്നെ എന്നോട് പൈസ ചോദിക്കരുത് ഇങ്ങോട്ട് വണ്ടി പണിയാൻ വേണ്ടിയിട്ട്. അവിടെ ഓടിക്കഴിഞ്ഞാൽ അത് പോയി ഇത് പോയി എന്ന് പറഞ്ഞാൽ എന്നോട് ചോദിച്ചേക്കില്ലേ. ഓടിക്കണം, പണിതോണം, നീ എടുത്തോ, എനിക്ക് അതുമായിട്ട് ഒരു ബന്ധമില്ല. എനിക്കൊരു സാധനം അതുകൊണ്ടുള്ള വേണ്ടതാനും ആ വണ്ടിയും വേണ്ട, നീ എടുത്തോളാൻ പറഞ്ഞു. പപ്പായിട്ട് മേടിച്ചു തന്ന ഒരു സാധനം അതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു പോയി. ശബരിമല സീസണാ അന്ന്. എരുമേലി നല്ലപോലെ പമ്പയ്ക്കൊക്കെ ഓട്ടം. വേറെ ഗുണം കൂടെ ഈ വണ്ടിയെ പോയി അത്യാവശ്യം ഹിന്ദിയൊക്കെ അറിയാം, അതുകൊണ്ട് അത്യാവശ്യം ഓട്ടം പിടിക്കാൻ പറ്റും. അപ്പം ഇവൻ ശരിയെന്ന് പറഞ്ഞു. ഇവന് ഞാൻ അന്നേരം 3-4 പ്രാവശ്യം എടുത്തു പറഞ്ഞു ഈ പറഞ്ഞ കാര്യം. ശരിയെന്ന് പറഞ്ഞു പോയി. അപ്പം ഞാൻ ഇവനോടുള്ള വാശിക്ക് ഞാൻ ഒറ്റയ്ക്കും പോയി പൂനെക്ക്. എന്നാൽ പിന്നെ ഞാൻ കിളിയില്ല. ഒരു ട്രിപ്പ് 2 ട്രിപ്പ് കഴിഞ്ഞ് ശ്രീജിത്തിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയി. അത് ശരിക്കും ഓർക്കുന്നില്ല. ആദ്യം അല്ല പോയി, ഒറ്റയ്ക്ക് പോയി. അപ്പോൾ സിംഗിള് പോയാലും
2 ഡ്രൈവർമാർ എത്തുന്ന സമയത്ത് ചെല്ലും എന്ന് പറഞ്ഞാൽ ഇപ്പം വൈകിട്ട് കോട്ടയത്ത് നിന്ന് വണ്ടി എടുത്താൽ നേരം വെളുപ്പിന് ഒരു 4 മണി വരെ ഓടിക്കും. എന്നിട്ട് 2 മണിക്കൂറല്ലേ 3 മണിക്കൂർ കിടന്നുറങ്ങും. വീണ്ടും നിങ്ങൾ പോയാലും ഒന്ന് പോയിട്ട് വരുമ്പോൾ 2000 രൂപ 2200 രൂപ ബാറ്റേ ഉള്ളൂ. ബാറ്റയിലൊന്നും വലിയ വ്യത്യാസമില്ല. അപ്പോൾ ഇവനോടുള്ള വാശിക്ക് അപ്പം ഇവനില്ലെങ്കിലും നമുക്കിത് ചെയ്യാൻ പറ്റുമെന്ന് അറിയണ്ടേ. അപ്പം അങ്ങനെ എന്നിട്ടൊരു പിറ്റേ ദിവസവും എല്ലാ ദിവസവും ഒരു 2 അല്ലെങ്കിൽ 3 മണിക്കൂർ ഓടണം. ബാക്കി കണ്ടിന്യൂസ് ഇരുന്ന് ഓടിക്കും. ഇന്നത്തെ പോലല്ലേ, വഴി മോശമല്ലേ, സമയം വേണം വണ്ടി ഓടിയെത്തണമെങ്കിൽ. അങ്ങനെ വേറെ കാര്യമുണ്ട്, അന്നിട്ട് ഉറക്കം വരത്തില്ല, വഴി മോശമായതുകൊണ്ട് ഉറക്കം വരത്തില്ല. അപ്പം അങ്ങനെ ഒരു കുറേ നാൾ അങ്ങനെ അങ്ങ് ഓടിച്ചു. അപ്പോൾ ഞാൻ ഒരു ട്രിപ്പോ 2 ട്രിപ്പോ എന്ന് വെച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഇപ്പം പതുക്കെ അടുത്ത് വന്ന് വെച്ച് പറഞ്ഞു വണ്ടിയൊക്കെ അവിടെ കയറ്റി ഒതുക്കിയിട്ടിട്ടുണ്ട്. അതെ, ഗിയർ ബോക്സിന് ചെറിയ പണിയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പണിതോ എന്നോട് എന്തിനാ പറയുന്നേ? ഞാൻ ആദ്യം പറഞ്ഞല്ലേ നമ്മുടെ തലയിൽ ആ മുൾക്കരിയുടെ എടുത്ത് വെക്കാം. ഇത് മുൾക്കരിയുടെ കാര്യം നമുക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം ഗിയർ ബോക്സ് പണിയായിട്ട് അവിടെ കൊണ്ട് കയറ്റിയിട്ടേക്കാ വണ്ടി. അപ്പം ആകെപ്പാടെ അത്രയും ദിവസം അങ്ങോട്ട് പോയിട്ട് 200 രൂപയുടെ ഒരു ഷർട്ട് സ്വന്തമായിട്ട് എടുത്തേ ഉള്ളൂ, വേറെ ഒന്നുമില്ല കയ്യിൽ. വീട്ടിലോട്ട് അതല്ല. അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം അതിൻ്റെ കണക്കൊന്നും ചോദിക്കത്തില്ല, നീ ധൈര്യമായിട്ടുള്ള കാര്യം പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ഉണ്ടോ, ഞാൻ പറഞ്ഞു ഇത് ഞാൻ പണിയുന്നില്ല, അത് അവിടെ കിടന്നോട്ടെ, നീ പൈസ ഉണ്ടെ പണിയോ എന്താണോ ചെയ്തോളാൻ പറഞ്ഞ് അങ്ങനെ ഒഴിച്ചു. അത് കഴിഞ്ഞ് അപ്പം വണ്ടി വരാമെന്ന് പറയാനും പറ്റുമല്ലോ, വെയിലും വരാമെന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുപോയല്ലോ. അപ്പം കുറച്ച് ദിവസം പിന്നെ അതിലെന്ന് വെച്ചാൽ വേറെ വിനോദിൻ്റെ വണ്ടിയല്ല, അങ്ങോട്ട് കുറച്ച് ദിവസം ആ സീസൺ വേറൊരു വണ്ടി ജീപ്പ് ഓടിച്ചു. ജീപ്പ് ഓടിച്ചിട്ടൊന്നുമില്ല, അത് വേറൊരു കാര്യം. പിന്നെ ഞാനിങ്ങനെ പോയിച്ച് ഓരോ ട്രിപ്പ് കഴിയുമ്പോൾ വരുമ്പം അതൊക്കെ ഇവനിങ്ങനെ ഓരോ കാര്യമൊക്കെ ചോദിക്കും. വരാൻ വേണ്ടിയിട്ടുള്ള ഇതാണെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാനത് അത്രയും കൂടെ മൈൻഡ് ചെയ്യില്ല. അങ്ങനെ ഒരു 2-3 മാസം അങ്ങ് പോയി. ഈ 2-3 മാസം പോയപ്പോൾ ഈ ഉറക്കളച്ച് എനിക്കും ഭയങ്കര ഇങ്ങനെ നിന്ന് കൈയൊക്കെ ഇങ്ങനെ വിറയ്ക്കും, ഇങ്ങനെ നേരെ അതുപോലെ ഉറക്കം നിൽക്കുകയല്ലേ, വേറെ അല്ലാതെ നിൽക്കുന്നില്ല നമ്മൾ, അതുപോലെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുക. ഇടയ്ക്ക് പിന്നെ ശ്രീജിത്തിനെ ചുമ്മാ കൂട്ടിക്കൊണ്ട് പോകുമായിരുന്നു അമ്മ. അപ്പോൾ അവൻ കുറച്ചൊക്കെ ഓടിക്കും, എന്നാലും അവൻ. അപ്പോൾ അങ്ങനെ 2-3 മാസമായപ്പോൾ എനിക്കും തോന്നി ഇത് ശരീരം പോവും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ ഇടയ്ക്ക് വന്ന് പതുക്കെ ഇങ്ങനെ വന്ന് പറയുന്നുണ്ട് ഞാൻ വരട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇടയ്ക്ക്. അപ്പം ഞങ്ങളിങ്ങനെ ഓടുന്നത്. അപ്പോൾ അളിയന് പൂനെ എന്നുള്ള ജോലിയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങനെ നാട്ടിലേക്ക് പോകുന്നു. അപ്പോൾ അളിയന് പണിയൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ പോയിട്ട് ഞങ്ങളുടെ 2 പേരുടെ ശമ്പളം ഈ വണ്ടിയൊന്നും എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ അളിയനോട് പറയാം, അളിയ ഞങ്ങൾ ആരിലും ഒരാൾ വരാം, അളിയനോട് വണ്ടി ഓടിക്കാൻ പറയും. അപ്പോൾ അളിയൻ പറയടാ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത പണിയായി ഡ്രൈവിങ്. പുള്ളി 2 വീലറേ ഓടിക്കുള്ളൂ, വേറെ ഒന്നും ഓടിക്കില്ല, കാറൊന്നും ഓടിക്കില്ല. ഏറ്റവും ഇഷ്ടമില്ലാത്ത പണിയാണ് ഡ്രൈവിങ്, ഞാൻ ഡ്രൈവിങ് പഠിക്കാമെന്ന് എനിക്ക് വേണ്ട പറ്റുകയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നാ ചെയ്യുമെന്നറിയോ, ഞാൻ ഇവനെ ഇല്ലാതെ ഞാനും അളിയനും കൂടെ പോകും. അളിയൻ എന്നപ്പോൾ നമുക്ക് പോയേക്കാന്ന് പറയും. ഇവനെ കൊണ്ടുപോയാലും ഞാനും അളിയനും കൂടെ പോകും. ഇവിടുന്ന് അങ്ങ് പോയി കുറേ നല്ല വഴിയിലോട്ട് ചെല്ലുമ്പോൾ അളിയനോട് ഞാൻ പറയും, അളിയ എനിക്ക് ഭയങ്കര ഉറക്കം വരുന്നു, ഓടിച്ചോളാൻ പറയും. അപ്പോൾ അളിയന് അത്യാവശ്യം ഓടിക്കാൻ കൊടുത്തു നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ ആൾ ഓടിക്കുമല്ലോ, ഓടിച്ചോളാൻ പറയും. അളിയൻ കയറിയിരുന്ന് അളിയനെ ഓടിക്കും, ഞാൻ പതുക്കെ സൈഡിലോട്ട് കിടന്ന് ഞാനവിടെ കിടന്ന് അങ്ങ് ഉറങ്ങും. അപ്പോൾ അളിയൻ ഇപ്പോഴും പറയും, ഓ ഇവൻ്റെ ധൈര്യം ഭയങ്കരമാണ്, ഞാൻ ഓർത്തുണ്ട്, ഞാൻ ഓടിക്കല്ലാത്ത ഞാൻ കയറി വണ്ടി വരുമ്പോൾ അവൻ കിടന്ന് നല്ല സുഖമായിട്ട് ഉറങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ ട്രിപ്പ് അളിയനെ അങ്ങ് കൊണ്ടുപോയി. അല്ല അതെ ധൈര്യമല്ല, ഉറങ്ങി പോകുന്ന ഉറങ്ങും. അപ്പൊ അല്ലെന്നേ വേറെ കാര്യമുണ്ട്, ഇപ്പൊ വണ്ടി ഒരാൾ ഓടിക്കുന്ന കാണുമ്പോ അറിയാം ഓടിക്കോ ഇല്ലയോ, കൺട്രോൾ ആണോ എന്നറിയാം, നമുക്കറിയാം. അപ്പം അങ്ങനെ അളിയനും വണ്ടി ഓടിക്കാൻ അറിയാം. അങ്ങനെ പോകുമ്പോൾ ഞങ്ങളയക്കാലും ചില ട്രിപ്പ് ഞാനും അളിയനും പോവും, അല്ലെങ്കിൽ ഞാനിവിടെ ഇറങ്ങിയിരിക്കുകയാണെങ്കിൽ ഇവനും അളിയനും പോവും, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടും പോവും. ഇങ്ങനെ മാറിപ്പോവും. അതിനിടയ്ക്ക് ജയൻ ഈ അവിടെ ആംബുലൻസ് ഓടിക്കുന്നുണ്ടല്ലോ, ചിലപ്പം ചെല്ലുമ്പോൾ പൈസ ഒന്നുമില്ലെങ്കിൽ അവനോട് വരെ പൈസ വായ്പ മേടിക്കും. ഇതിനൊക്കെ ഇടയ്ക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങള് മഞ്ചേശ്വരത്ത് നിന്ന് കാസർഗോഡിന് വരിക, നമ്മള് ഓപ്പോസിറ്റ് ആംബുലൻസ് വന്നു. ഞാൻ നോക്കി ജയനാണോ എന്നൊക്കെ ഇങ്ങനെ നോക്കി, ഞാനൊന്ന് ലൈറ്റ് ഇട്ട് കാണിച്ചു. പുള്ളി പതുക്കെ ലൈറ്റ് ഇട്ട് ഞാൻ പൊക്കോളാൻ കൈ കൊണ്ട് കാണിച്ചു. ജയൻ കുറച്ച് അപ്പുറത്ത് കൊണ്ട് നിർത്തിയിട്ട് ഇറങ്ങി വന്നു. അത് വേറെ സീരിയസ് കേസൊന്നും അല്ലായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് നിർത്തിയിട്ട് ഇറങ്ങി വന്നത്. അപ്പം അവനോട് വേറെ പോയി പൈസ വായ്പ മേടിച്ചൊക്കെയാണ് പൊക്കോണ്ടിരുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ അന്ന ജോസിൻ്റെ അടുത്ത് നിന്ന് ലോഡ് എടുക്കുന്നു. അപ്പം നിലവിൽ ഞങ്ങൾ അപ്പം ജയൻ അത് കഴിഞ്ഞ് അവിടുത്തെ ആംബുലൻസിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അവനും ഇങ്ങ് പോകുന്നു. ഇങ്ങനെ പറഞ്ഞാൽ അപ്പം ഞങ്ങൾ 4 പേരുണ്ട്. ചില ട്രിപ്പ് ഞാനും അവനോട് പോവും, അല്ലെങ്കിൽ അളിയനോട് പോകും. ഞങ്ങൾ 4 പേരുണ്ട്, ഇങ്ങനെ പോവും. അങ്ങനെ വന്നപ്പോഴത്തേനും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പൈസയൊന്നും ഇല്ല നേരം കേട്ടോ. നമ്മളിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല, ഇങ്ങനെ അങ്ങ് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. നേരുമേൽ വാടകയ്ക്ക് താമസിക്കുക. അപ്പോൾ ഈ അന്ന ജോസേട്ടൻ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, രതീഷേ നിങ്ങൾ 4 പേര് എന്തിനാ, ഈ ഒരു വണ്ടിയുണ്ട് 4 പേര് നിങ്ങൾ എന്തിനാ? അപ്പോൾ ഈ ജോസേട്ടൻ പറഞ്ഞ് അന്നൊന്നും ബോംബെക്ക് പോകുന്ന ഡ്രൈവർമാരില്ല, കോട്ടയം ബോംബെ ഓടുന്ന എല്ലാം മംഗലാപുരംകാരാണ് ഓടുന്നത്. ഇപ്പോൾ മലയാളികൾ പോകുന്ന ആരും പോകത്തില്ല, പൂനെ വരെ പോകുള്ളൂ.
അപ്പം ഞങ്ങൾ ഈ ബോംബെ ഈ വണ്ടിയും കൊണ്ട് പോയി ബോംബെ എല്ലാം എനിക്ക് എല്ലാവരും അറിയാം. തന്നെ പോയി ഇറക്കുകയും തന്നെ ലോഡ് കയറ്റി വരുവാ ചെയ്യുന്നത്. കൂടുതലും ബോംബെ ഞങ്ങൾ ബോംബെ പോകുന്ന വണ്ടിക്കാരുണ്ട്, ചെരുപ്പ് കൊണ്ട് ഭീവണ്ടി ഇറക്കിയിട്ട് കാലി തരും. ബോംബെ അല്ല, ഭീവണ്ടി ഇറക്കിയിട്ട് കാലി തിരിച്ച് പോയുള്ളൂ, ഒരു ടൗണിലൊന്നും പോകത്തില്ല. ഞങ്ങൾ ബോംബെയിൽ എല്ലായിടത്തും പോകും. അപ്പോൾ ഈ ജോസിയാറിന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞേ, നിങ്ങൾ 4 പേരുണ്ട്, ആ പടം ഈ ഒരു വണ്ടിയുണ്ട്, അതായത് ഞാൻ, രാജേഷ്, ജയന്, അളിയൻ, 4 പേരുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വണ്ടി വല്ലപ്പോഴും നിങ്ങൾ ഓടുന്നതിന് ഈ എന്തിനാ ഈ 4 പേര്? ഒരു കാര്യം ചെയ്യും. അപ്പം ജോസിയാറിൻ്റെ ഒരു വണ്ടിയുണ്ട്, KL5D 16 രൂപ എന്നും പറഞ്ഞ വണ്ടി. അപ്പോൾ ആ വണ്ടിയിൽ ഒരു ട്രിപ്പ് ഡ്രൈവറില്ല, അതിൽ ഒരു ട്രിപ്പ് പോകാൻ പറഞ്ഞു. പീറ്റർ അത് ഓടിച്ചോണ്ടിരുന്നത്, പീറ്ററിനെ അറിയത്തില്ല. അറിയാം. പീറ്റർ ഇപ്പോൾ എലക്ട്രിസിറ്റി ബോർഡിൽ ജോലിയായി. പീറ്റർ എൻ്റെ കൂടെ വന്ന് ടെസ്റ്റ് കിട്ടിയത് ജോലി കിട്ടുന്നത്. അപ്പം അതേലോ ട്രിപ്പ് വന്നു. അപ്പം ഞാനും അപ്പോൾ ഈ നമ്മൾ ഈ പഴയ വണ്ടി ഇതിന് കണ്ടീഷനും ഇല്ല, സ്റ്റിയറിങ്ങും ഒക്കെ ഭയങ്കര പ്ലേയും ഇല്ല, നല്ല വണ്ടിയൊന്നും ഓടിച്ചിട്ടും കൊണ്ട് നടന്നിട്ടും ഇല്ല. ജോസിയേട്ടൻ പറഞ്ഞു, അപ്പം ഞാൻ വേറെ വണ്ടിയിലൊന്നും പോയിട്ടുമില്ല, പോകാൻ വലിയ താല്പര്യമില്ല. ജോസിയേട്ടൻ പറഞ്ഞു ഈ വണ്ടിയിൽ ഒരു ട്രിപ്പ് പോകാൻ പറഞ്ഞു, ഈ 16 രൂപയിലെ ഒരു ട്രിപ്പ് പോയിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാനും ജയനും കൂടെ ഈ 16 രൂപ കൊണ്ട് ബോംബെക്ക് പോയി ഒരു ട്രിപ്പ്. അപ്പോൾ ഇവർ രണ്ടുകൂടെ, ഇവനും അളിയനും കൂടെ നമ്മുടെ വണ്ടി. അങ്ങനെ ഒരു ട്രിപ്പ് പോയി. ആ ട്രിപ്പ് പോയിട്ട് വന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോഴത്തേനും ജോസിയേട്ടൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ വെച്ചു KL5L 347 എന്നും പറഞ്ഞൊരു വണ്ടി ഉണ്ടായിരുന്നു, കൊല്ലാടുള്ള ടാറ്റയുടെ വണ്ടി, ടാറ്റയുടെ പുത്തൻ വണ്ടി. അപ്പം എന്നോട് 2-3 ദിവസമായിട്ട് ഞാൻ വീട്ടില്ല. അപ്പോൾ ഇവർ വിളിക്കുന്ന ലാൻഡ് ഫോണേ ഉള്ളതെന്ന് വിളിക്കുന്നുണ്ട്. അത് ആ വണ്ടി മദ്രാസിൽ ഒരു തമിഴ്നാട് ഡ്രൈവറായിരുന്നു, ഇവിടെയുള്ള ഒരു ക്ലീനറേയും കൂടെ പോയിട്ട് മദ്രാസിലിട്ട് ഡ്രൈവർ അതുവഴി പോയി. വണ്ടി അവിടെ കിടക്കുക, അത് പോയി എടുത്തുകൊണ്ട് വരാമെന്ന് ചോദിച്ചു. അന്നേരം എനിക്ക് പോകാൻ സമയം കിട്ടില്ല, അതുകൊണ്ട് ഞാൻ പോയില്ല. പിന്നെ ആരാൻ്റെ വിട്ട് ഈ വണ്ടി എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞ് ഈ വണ്ടി തിരിച്ച് ഒരു ഇവിടെ ധാരാവിക്ക് ഒരു ലോഡ് കയറ്റി നിർത്തിയേക്കുക. ചെരുപ്പ് ഷീറ്റ് പണ്ട് ഇവിടുന്ന് കയറി പോകുമായിരുന്നില്ല, ഷീറ്റില്ലേ, ചെരുപ്പ് കട്ട് ചെയ്യാനുള്ള ഷീറ്റ്. അപ്പോൾ ആ ലോഡ് കയറ്റി നിർത്തിയേക്കുക. 3-4 ദിവസമായിട്ട് പോകാൻ ഡ്രൈവറില്ല, നിൽക്കുക. ബോംബെക്ക് വന്ന ഡ്രൈവർമാരില്ല. ജോസിയേട്ടന് ഈ ലോഡ് അത്യാവശ്യം ആയതുകൊണ്ട് ജോസിയേട്ടൻ ഈ വണ്ടിയിൽ ഇത് കയറ്റിയതാണ്. അപ്പോൾ എന്നെ ഒരു 2-3 ദിവസമായിട്ട് വിളിക്കുന്നുണ്ട്, ഈ വണ്ടിയെ പോകാമെന്ന് ചോദിച്ചു. വേറെ പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അങ്ങനെ പോകാൻ നിൽക്കുകയാണ്. അന്നേരം ആക്കിയാലും പിന്നെ 3-4 ദിവസം വിളിച്ചപ്പോൾ എന്നാൽ പോയേക്കാന്നും പറഞ്ഞ് ഞാനും ജയനും കൂടെ ഫസ്റ്റ് ഈ വണ്ടി വന്ന് എടുത്തിട്ട് പോകാം. അപ്പോൾ പുത്തൻ വണ്ടി ആദ്യം ഓടിക്കുക. പുത്തൻ വണ്ടി ഇത് കുറച്ച് ഓടിയിട്ടുള്ളൂ. ഇവിടുന്ന് ഈ വണ്ടി എടുത്തുകൊണ്ട് മൂവാറ്റുപുഴ വരെ ചെന്നപ്പോൾ നല്ല രസം. പുതിയ വണ്ടിയല്ലേ, ആനയാടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ മൂവാറ്റുപുഴ വരെ ചെന്നപ്പോൾ ഇതൊക്കെ ഭയങ്കര, നമ്മളേതാണ്ട് ഫ്ലൈറ്റ് ഓടിക്കുന്ന രീതിയിലാണ് പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് നമുക്കിത് സ്ഥിരം അങ്ങ് ഓടിച്ചേക്കാം, ഇത് വലിയ കുഴപ്പമില്ല, നല്ല മറ്റേ വണ്ടി പോകുന്ന പോലൊന്നുമല്ല, ഇത് ഇവനെ മറ്റേ വണ്ടി ഇവനും അളിയനോട് പോകല്ലേ, നമുക്ക് ഈ വണ്ടിയിലങ്ങ് പോകുന്നത്. എന്നാലും ഞങ്ങൾ ഇതും കൊണ്ട് പോയി ധാരാവിക്കാണ് പോകുന്നത്. അപ്പോൾ ധാരാവി പോയിട്ടൊന്നുമില്ല, ധാരാവി കേട്ടിട്ടേ ഉള്ളൂ. അല്ല അന്ന് മറ്റേ ആ സിനിമ ഇറങ്ങിയോ, മറ്റേ ആ ഡയലോഗ് വന്ന് അതൊക്കെ ആർക്കറിയാം അവർക്ക്. അപ്പം ചെമ്പൂരിനാക്കിയാ. അപ്പം ഞാൻ നേരെ ഞങ്ങൾ ചെന്നു. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ അന്ന് ഈ മറ്റേ നായർ ബ്രദേഴ്സിൻ്റെ വണ്ടി ഓടുന്നുണ്ട്. അതിൽ കുറേ ഈ നമ്മുടെ കൊല്ലംകാരല്ല, തൃശ്ശൂരുകാർ, ഒരു പ്രയാർ സൈഡിലുള്ളവർ കുറച്ച്, അവരെല്ലായിട്ടും നല്ല പരിചയമാണ്. അപ്പോൾ അവരെ ഇടയ്ക്ക് ഫോണൊന്നും ഇല്ലല്ലോ, അവരെ വഴിക്ക് വെച്ച് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഈ വഴിയൊക്കെ ചോദിച്ചു, ഞാൻ ധാരാവി വന്നു. അപ്പോൾ അവർ ചെമ്പൂരിനാക്ക് കഴിഞ്ഞ് ഇറങ്ങിപ്പോയിട്ട് കറക്റ്റ് വഴി പറഞ്ഞു തന്നു, സാധനം ചെന്നിട്ട് അവിടെ നിന്ന് തിരിഞ്ഞ് വെക്കാം. അപ്പം അതുകൊണ്ട് അന്നത്തെ സമയത്ത് ശരിക്കും പറഞ്ഞാൽ മംഗലാരം വണ്ടിക്കാർ ഇഷ്ടം പോലെ കാണും. ബോംബെ ചോദിച്ചാൽ കറക്റ്റായിട്ട് പറഞ്ഞു തരും, എന്ത് സഹായം ചെയ്യും തരും. ആ ആൾക്കാരായിരുന്നു അന്നുണ്ടായിരുന്ന എല്ലാവരും. അങ്ങനെ ആക്കിയാൽ ഈ വഴിയെല്ലാം ചോദിച്ച് മനസ്സിലാക്കി ഞങ്ങൾ ചെമ്പൂരിനാക്ക് ചെന്നു. ഞാനും ജാനുകൂടെ. കള്ളന്മാരുണ്ട് എന്നൊക്കെ അറിയാം. ചെമ്പൂരിനാക്ക് ചെന്ന് അവിടുന്ന് ഒട്ടോയെല്ലാം പാസ്സായി നേരെ കൊണ്ടുപോയി പിന്നെ ഇവിടെ ചെന്നു. ഇവിടെ ഇത് ഇറക്കിയിട്ട് ഞങ്ങൾ നേരെ, അപ്പം സോമനാഥ് എന്ന ഓഫീസ് ബോംബെയിലാണ്. അപ്പം ജോസേട്ടൻ പറഞ്ഞു ബോംബെയിലെ ഓഫീസ്, അപ്പോൾ മിക്കവാറും മസ്ജിദ് ബന്ദറിൽ നിന്നൊക്കെ ലോഡാവുന്നത്, അങ്ങോട്ട് പോകുമോ KRSൻ്റെ പാർസൽ കയറ്റാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വഴിയൊന്നും അറിയത്തില്ല, ചോദിച്ചു പിടിച്ചു. അത് കള്ളന്മാരുടെ കേന്ദ്രത്തിൽ കൂടെ പോകുന്നത്, റോഡ് വഴിയാണ് പോകണ്ടേ. അതിലേക്ക് പോയി ഞാൻ ഇവനോട് പറഞ്ഞാൽ നോക്കിക്കോണമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഒരുത്തം കയറി മുകളിൽ നമ്മൾ കയർ പടുതായിട്ട് കെട്ടിയിരുന്ന കയർ കട്ട് ചെയ്തു. പക്ഷേ അന്നേരം കണ്ടുകൊണ്ട് പടുതായൊന്നും കൊണ്ടുപോയില്ല. എന്നിട്ട് അത് തപ്പി പിടിച്ച് അവിടെ രാത്രി ചെന്ന് അവിടെ കിടന്നു. പിറ്റേ ദിവസം അവിടുന്ന് കോട്ടയത്തിന് തന്നെ ലോഡ് പാർസൽ കയറ്റി അങ്ങനെ തിരിച്ച് ഞങ്ങളിങ്ങനെ പോന്നു. അപ്പോൾ ഈ കോട്ടയത്ത് വന്നു. അത് നോക്കും നല്ല സുഖം, ഒരു ക്ഷീണവും ഇല്ല. മറ്റേ വണ്ടിയെ പോയി ചേരുമ്പോൾ നമുക്ക് ഏറ്റവും നിൽക്കുന്നത്. ഇത് നല്ല പുതിയ വണ്ടിയല്ലേ, നല്ല സുഖം. തന്നെ ടയറും പഞ്ചറായി കാണുക. അല്ല ടയറൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ട് പിന്നെ കുറെ ഓടി കുറെ ടയറൊക്കെ മേടിച്ചിട്ടു. ഇത് പുത്തൻ വണ്ടിയല്ലേ, അതെ, ഒരിക്കലും ആകത്തില്ല. അല്ല അങ്ങനെ കോട്ടയത്ത് വന്നു. പിന്നെ ആ വണ്ടി പിന്നെ അതിൻ്റെ ഓണർ നേരെ ആ വണ്ടിയും കൊണ്ടുപോയി ജോസിയേട്ടൻ്റെ അടുത്ത് നിന്ന്. അപ്പോൾ ജോസിയേട്ടന് ഞങ്ങൾ വീട്ടിൽ പോയി. അത് കഴിഞ്ഞപ്പോൾ ജോസിയേട്ടൻ പറഞ്ഞു, ഈ ആലപ്പുഴയുള്ള ഒരു വണ്ടി
അതിൻ്റെ AB ട്രാൻസ്പോർട്ട് AB ട്രാൻസ്പോർട്ട് KL5E 3477. ഇത് അതല്ലെന്ന് ആരുമില്ല. എന്നോട് പറഞ്ഞു രതീഷ് ഒരു കാര്യം ചെയ്യും, രതീഷ് ആരെയും കൂട്ടി ജയനെയോ രാജേഷിനെയോ ആരെയും കൂട്ടി സ്ഥിരം ഈ വണ്ടിയെ കുറച്ച് നാൾ പോകണമെന്ന് പറഞ്ഞു. മറ്റേ വണ്ടിയിൽ ഇവരുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പം ഓടിക്കാനൊക്കെ സുഖമല്ലേ, വലിയ കുഴപ്പമില്ലല്ലോ, എന്നാൽ പിന്നെ പോയേക്കാന്ന് ജോസിനോട് പറഞ്ഞു. അങ്ങനെ ഈ 3477 ഞാനും ജയനുമേ പോയെന്ന് തോന്നുന്നു അല്ലേ. അത് കഴിഞ്ഞ് പിന്നെ ഞാനും ജയനോട് പോകുമ്പോൾ ജയന് വാറ്റ കൊടുക്കണമല്ലോ, ഇവനെ കൊണ്ടുപോകണ വാറ്റ കൊടുക്കണ്ടല്ലോ. അപ്പോൾ ഒരു ട്രിപ്പ് പോയിച്ച് വന്നു വെച്ചാൽ ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ അളിയൻ്റെ കൂടെ പോകുമോ, ഇവനെ കൊണ്ട് ഞാൻ പൊക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ പിന്നെ കുറച്ച് നാൾ ഈ AB ട്രാൻസ്പോർട്ടിൽ പോയി. ഈ AB ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന വണ്ടി മണ്ണഞ്ചേരിയിലുള്ള സലീമിക്ക എന്ന് പറഞ്ഞ ടയറുകടയൊക്കെ ഉള്ള പുള്ളിയുടെ വണ്ടിയായിരുന്നു. പുള്ളിക്ക് ഇത് ലോറി ഫീൽഡൊന്നും അറിയത്തില്ല, എടുത്താക്കും ഓരോരുത്തർ ഓടി വലിയ മെച്ചമൊന്നും ഇല്ലാതെ അങ്ങനെ കിടക്കായിരുന്നു. അങ്ങനെയാണ് ഈ വണ്ടിയിൽ ഞങ്ങൾ ഓടുന്നത്. ഞങ്ങൾ നല്ലപോലെ ഓടി, അത്യാവശ്യം വണ്ടിക്ക് ബാലൻസൊക്കെ ഉണ്ടായി, വലിയ കുഴപ്പമില്ല, പുള്ളി ഹാപ്പിയായിരുന്നു. അപ്പം മറ്റേ വണ്ടി അപ്പം ഞങ്ങൾക്ക് ബാറ്റ എടുക്കാമല്ലോ. ഇപ്പം മറ്റേ വണ്ടി പൈസ ഇല്ലാതെ ഓടുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഈ പൈസ ഉണ്ട്. അപ്പം ഞങ്ങൾ വായ്പയൊക്കെ കൊടുക്കും, അവർക്ക് അഡ്വാൻസ് ഒക്കെ കൊടുക്കും, അളിയനും ചേനും വരുമ്പോൾ ഒക്കെ. അങ്ങനെയൊക്കെ കുറേ നാളങ്ങനെ ഓടി. ഈ വണ്ടി ഒരു 6 മാസം ഓടിക്കണം അല്ലേ, 6 മാസത്തോളം ഈ വണ്ടി ഓടിയുള്ളൂ. അപ്പോൾ 6 മാസമൊക്കെ ആയപ്പോഴത്തേക്കും അളിയൻ പറഞ്ഞു, എടാ അളിയനും മടുത്തു വണ്ടിയെ പോയി. അളിയൻ പറഞ്ഞു, ഒന്നെങ്കിൽ വണ്ടി കൊടുത്തിട്ട് നമുക്ക് 2 പേർക്ക് കൂടെ ഓരോ പുതിയ വണ്ടി എടുക്കാം, അല്ലെങ്കിൽ ഞാൻ ഗൾഫിന് പോവാം. ഇപ്പോൾ അളിയൻ്റെ ചേട്ടന്മാരും എല്ലാം വെളിയിലും എല്ലാം ഉണ്ട്, അളിയന് മാത്രമേ ഇപ്പോൾ ഇതിൻ്റെ കൂടെ നടന്ന ഒരു ഇതുമില്ല. അപ്പോൾ എന്നാൽ എന്നാ തീരുമാനിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, അളിയ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഓരോ പുതിയ വണ്ടി എടുക്കാമെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് ആലോചിക്കാം. അപ്പോൾ പുതിയ വണ്ടി എടുക്കാമെന്ന് പറഞ്ഞാലും ലോൺ കിട്ടണ്ടേ, അല്ല ഇപ്പോൾ പൈസ ഒന്നും ഇല്ല അത് എടുക്കാൻ. ലോൺ കിട്ടുന്ന കാര്യം ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. അപ്പം ആദ്യം ഞങ്ങളാക്കിയാലും സുന്ദരം ഫിനാൻസിൽ ചെന്നു, ലോൺ കിട്ടുക അല്ലല്ല, ആദ്യം ലൈലൻഡാണല്ലോ എന്നുള്ളത്, ലൈലൻഡിൽ ചെന്നു. ലൈലൻഡിൽ നിന്നേരം നമ്മുടെ ഹരിഹരൻ ചേട്ടനാണ്, ഇപ്പോഴും ഉണ്ട്, പുള്ളിയാണ് കോട്ടയത്തിരിക്കുന്നത്. പുള്ളിയെ ആദ്യം ഞാൻ ചെന്ന് കണ്ടേച്ച് ഞാൻ പറഞ്ഞു, ഇന്നപോലെ ഞങ്ങൾ ഡ്രൈവർമാരെ ഞങ്ങൾക്ക് 2 വണ്ടി എടുക്കണം, ഒന്നളിയനും ഒന്നെനിക്കും, പിന്നെ എന്തെങ്കിലും ഫിനാൻസ് കിട്ടാനുള്ള അതിന് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു, വണ്ടിയുള്ളതോ അല്ലെങ്കിൽ ട്രാക്കൊക്കെ ഉണ്ടെങ്കിൽ ഫിനാൻസ് കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ ചെയ്യും സുന്ദരം ഫിനാൻസിലെ ഉള്ളത് നമ്പർ തരാമെന്ന് പറഞ്ഞ് സുന്ദരം ഫിനാൻസിലോട്ട് എന്നെ പറഞ്ഞു വിട്ടു. അപ്പോൾ ഞാൻ സുന്ദരം ഫിനാൻസിൽ ചെന്നു. സുന്ദരം ഫിനാൻസിൽ ഞാനും അളിയനോടെ ചെല്ലുന്നത്. അപ്പോൾ അവിടെ നിന്നൊരു മുരളീധരൻ എന്ന് പറഞ്ഞ സാറുണ്ടായിരുന്നു. പുള്ളി ഇപ്പം ചെന്നൈയിലാണ്, ഇടയ്ക്കിടെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയെ കണ്ട് ഞങ്ങളിങ്ങനെ പറഞ്ഞപ്പോഴത്തേനും പുള്ളി പറഞ്ഞു, കുറേ കാര്യങ്ങളാൻ പറഞ്ഞു. അപ്പം നമുക്കൊന്നുമില്ല, ഇപ്പം ഞങ്ങളുടെ പേരിൽ സ്ഥലമില്ല, അളിയൻ്റെ പേര് സ്ഥലമില്ല, പിന്നെ വേറെ ഒരു ലോൺ എടുത്ത് അടച്ച ട്രാക്കൊന്നുമില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു, അതൊന്നും ഇല്ലാതെ എടുക്കാൻ പാടാണ്, കിട്ടത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ആ പട വിഷമിച്ച് ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും വണ്ടിയുള്ള ആരെങ്കിലും ജാമ്യം കൊടുക്കും. അങ്ങനെ ഇപ്പോൾ ആര് നമുക്ക് ജാമ്യം നിൽക്കാനാണ്? ഈ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ഓടുന്ന സാധനത്തിന് ആര് ജാമ്യം നിൽക്കാനാണ്? അപ്പോൾ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ വിഷമത്തിൽ തിരിച്ചു പോന്നു. അപ്പോൾ രതീഷേ, ഈ നിങ്ങളിപ്പോൾ അളിയനെ കൂട്ടിക്കൊണ്ടല്ലേ ബാങ്കിൽ, പുള്ളിക്ക് കിട്ടാൻ വകുപ്പുണ്ടല്ലോ, പുള്ളിയുടെ പേര് വണ്ടി ഉള്ളതല്ലേ? പുള്ളിയുടെ പേരിലല്ലായിരുന്നു ആ വണ്ടി. അതിലുപരി അതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സേട്ടുമാരുടെ ഫിനാൻസിലായിരുന്നു. ഒന്നുമില്ല, അതൊന്നും ഇല്ലാത്ത ഫൈനാൻസാ. അതെ, അതെല്ലാം തീർന്നതൊക്കെ. തീർന്നു പറഞ്ഞാൽ കറക്റ്റ് അറിയത്തില്ല. അതൊന്നും ഇല്ല, ട്രാക്കായിട്ട് എടുക്കാനുള്ള സംഭവമൊന്നും ഇല്ല. ഇനി ഉണ്ടെങ്കിലും തൊട്ട് അത് കറക്റ്റ് അടയ്ക്കാതെ അത് അല്ലെങ്കിലും അത് പറ്റത്തുമില്ല. അപ്പോൾ അതൊന്നും കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ ലോൺ കിട്ടത്തില്ല. പിന്നെ ഞങ്ങൾ സ്ഥലം മേടിച്ചെന്ന് പറഞ്ഞായിരുന്നല്ലോ, പക്ഷെ അതെന്നേരം അമ്മയുടെ പേരിലോ സ്ഥലം മേടിച്ചു. അല്ല, സ്ഥലം മേടിച്ചിട്ടും കാര്യമില്ല, അതുകൊണ്ടും വലിയ കാര്യമില്ല, വേറൊന്നും നമുക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുന്നത് ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഈ 34-ആണല്ലോ ഞങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വണ്ടിയുടെ ബാഗിലൊരു കട്ടത്തടി മാറണമായിരുന്നു. ആ കട്ടത്തടി മാറാൻ വേണ്ടിയിട്ട് തമിഴ്നാട്ടിലാണ് ഞങ്ങൾ പോയത്. തമിഴ്നാട്ടിൽ ബോഡി പണി തിരുച്ചങ്കോട് എന്ന് ഇത് ഞാനും ഈ സലീമിക്കായും എൻ്റെ കൂടെ പോയി. ഞങ്ങൾ 2 കൂടെ പോകുന്നത്. അവിടെ ചെന്ന് വർഷോപ്പിൽ കണ്ട ഇതെല്ലാം ഞാൻ മാറുന്നതെല്ലാം പറഞ്ഞ് ഞങ്ങൾ എന്നിട്ട് അവിടെ ഒരു റൂമൊക്കെ എടുത്ത് അവിടെ സ്റ്റേ ചെയ്തു. അങ്ങനെ അവിടുന്ന് അപ്പോൾ ഈ വണ്ടി എടുക്കണമെന്നുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് നിൽക്കുക, വേറെ മാർഗ്ഗമൊന്നും ഇല്ല താനും. അപ്പം വണ്ടി ഉള്ള ആളെന്ന് പറഞ്ഞാൽ വേറെ അങ്ങനെ വലിയ കണക്ഷനൊന്നും ഇല്ല ഈ ട്രാക്കുള്ളവർ. നമുക്ക് ജാമ്യം നിൽക്കാനും മാത്രമുള്ള ആരുമില്ല. തന്നെയല്ല വണ്ടിയും കുറവാന്ന്. പിന്നെ ജോസിയേട്ടനേ ഉള്ളൂ. ജോസിയേട്ടനോട് പിന്നെ അങ്ങനെ ചോദിക്കുന്നതെന്നുണ്ട്, ജോസിയേട്ടനോട് ചോദിച്ചുമില്ല. ശരിക്കേ ഞാൻ നിങ്ങളെപ്പറ്റി ഒരു പരിചയമില്ല എനിക്ക് അന്ന്.
അപ്പം നിങ്ങളെപ്പറ്റി ആദ്യം കേൾക്കുന്നതിന് അറിയാമോ, നമ്മുടെ കമ്പനിയിലുള്ള ഒരാൾ തന്നെ വന്നു ഇങ്ങനെ പറയുന്നത് കേട്ടു, ഈ എരുമേലിയിൽ നിന്ന് കുറേ ടീമുകൾ വന്നിട്ടുണ്ട്, അവർ വന്ന പാടെ ബോംബെക്ക് പോകുമായിരുന്നു. ഒരു പേടിയില്ല. അന്ന് ഇവിടെ നിന്നുള്ള ഡ്രൈവർമാർക്ക് പൂനെ വരെ പോകാൻ തന്നെ ചെറിയ പേടിയുണ്ട്. കള്ളന്മാരുടെയും പോലീസുകാരുടെയും അതെ. അപ്പം പൂനെന്ന് കുറെ ടീമുകളുണ്ട്, അവന്മാരെ സമ്മതിച്ചു കൊടുക്കണം. അവന്മാർ വന്ന ഉടനെ ബോംബെക്ക് പോയേക്കുക, ഒരു പേടിയില്ലെന്ന്. എങ്ങോട്ട് വേണേ പോകും. അന്നത്തെ കാലത്ത് ഇപ്പൊ എരുമേലി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു പട്ടിക്കാട് എന്നുള്ള ഒരു രീതി, കാട്ടുപ്രദേശം പോലത്തെ സ്ഥലമല്ലേ. അവിടുന്ന് ബോംബെ എന്ന് പറഞ്ഞാൽ മഹാ നഗരത്തിലോട്ടാണ് പോകുന്നത്. അന്ന് ഇതാരാന്ന് പിടികിട്ടിയില്ല, ഇപ്പോഴല്ലേ ഈ പുലികൾ ഏതാന്ന് പിടികിട്ടി. അമ്മയ്ക്ക് ഇതുവല്ലോ അറിയാമായിരുന്നു ഈ കഥ? ഞങ്ങൾ ഇപ്പൊ ഇത് പറഞ്ഞപ്പോഴല്ലേ അറിയുന്നത്? പല കാര്യങ്ങളും ഇപ്പോഴും ഇതിനകത്ത് അറിയുന്നത്. അമ്മ അന്നേരം എരുമേലി തന്നെയാ. അതെ, വാടകയ്ക്ക് വേണ്ട. പിന്നെ ഞങ്ങൾ എന്താണെന്നും ചോദിക്കുന്നില്ല. നല്ല ചേനപ്പാടി വന്ന് വയ്ക്കും, ഞങ്ങൾ ചെല്ലുമ്പോ അങ്ങ് വരും. അങ്ങനെയൊക്കെ എന്തിയാ സ്ഥലം ചോദിക്കാൻ മേലായിരുന്നു. അപ്പൊ വിറ്റത് പറഞ്ഞിട്ടില്ല. എഴുതി കൊടുക്കാതെ പിന്നെ അമ്മ എഴുതി കൊടുക്കാതെ അമ്മയുടെ പേരിലായിരുന്നു മേടിച്ചേ. ഓർക്കുന്നില്ല. അത് കൊള്ളാം. അല്ല, രതീഷിന്റെ പേര് മേടിച്ച എങ്ങനെയാ? അമ്മ ഒപ്പിട്ട് കൊടുക്കണ്ടേ? അമ്മയുടെ പേരിലായിരുന്നു കൊടുക്കാൻ വേണ്ടിട്ട്. മറന്നു പോയായിരിക്കും. അമ്മയുടെ പേരിലായിരുന്നു മേടിച്ചേ. പപ്പ മരിച്ചു കഴിഞ്ഞാൽ എന്നെ ഇവരൊരു പണിക്ക് വിട്ടിട്ടുമില്ല, ഞാനൊരു ജോലിക്കും പോയിട്ടുമില്ല. ഇവര് വണ്ടി ഓടിക്കാനൊക്കെ പഠിപ്പിച്ചു. വണ്ടി ഓടിച്ച് പിന്നെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചു. ജീപ്പും ഉണ്ട്. വണ്ടി ഓടിച്ച് ഇവര് കാര്യങ്ങളൊക്കെ നടത്തിക്കോളൂന്ന് ഞാനും വിചാരിച്ചു. അല്ല, എന്നെ ജോലിക്കൊന്നും വിട്ടിട്ടില്ല, ഞാൻ ജോലിക്കൊന്നും പോയിട്ടുമില്ല. തൃച്ചങ്കോട് വണ്ടി പണിയാൻ പോയതാ ഇപ്പൊ പറഞ്ഞത്. അതായത് 3477 പണിയാൻ വേണ്ടി സലീമിക്ക് ഞാനും കൂടെ തൃച്ചങ്കോട് പോയി വണ്ടിയുടെ ഇതെല്ലാം കട്ടയെല്ലാം അഴിച്ചിട്ട് റൂമിലിരിക്കുക. പിറ്റേ ദിവസം രാവിലെ വീണ്ടും വർക്ക്ഷോപ്പിലേക്ക് ഞങ്ങൾ വന്നപ്പം അവിടെ വെച്ച് ഒരാളെ പരിചയപ്പെടുന്നു. അതാണ് അടുത്ത ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ അടുത്ത പുതിയ വണ്ടി എടുക്കുന്നതിലേക്കുള്ള ഒരു ടേണിംഗ് പോയിന്റ് അതാണ്. ഓരോന്നിനും ഓരോ സമയമുണ്ടെന്ന് പറയുന്നത്. അതൊരു ഭയങ്കര ഒരു ഇതാണ്. അപ്പോൾ അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം, അല്ലെങ്കിൽ ഇത് ഇനിയും നീണ്ടുപോകും.